അപ്പോ എന്റെ ശബ്ദം എല്ലാവരും നന്നായി കേൾക്കുന്നുണ്ട എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, റൈറ്റ്. യെസ്. ഓക്കെ. അപ്പോ നമ്മൾ ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഓരോരോ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് പോവാം. ആദ്യമായിട്ടൊരു ചോദ്യമാണ്. നിങ്ങളെല്ലാവരും വോയിസ് കുറവാണ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ, വോയിസ് ഓക്കെയാണ്. റൈറ്റ്. ചോദ്യം എങ്ങനെയാണ്? ഇതെന്തൊരാനന്ദം, ഇതെന്തു കൗതുകം, സ്വതന്ത്രമായി സുന്ദരം ഇപ്രഭാകണം. ഇതാരുടെ കവിതയാണ്? നിങ്ങള് പാട്ടുപാടാനും ആട്ടമാടാനും കൂട്ടുകൂടാനും ഒക്കെ തയ്യാറെടുത്ത് വന്നിട്ടുള്ള ആളുകളാണ് അല്ലേ? അങ്ങനെയല്ലേ? അതെ. അപ്പോ ഈ കവിത ആരുടേതാണ്? ഇതെന്തൊരാനന്ദം, ഇതെന്തു കൗതുകം, സ്വതന്ത്രമായി സുന്ദരം ഇപ്രഭാകണം. കേട്ടിട്ടുണ്ടോ? വണ്ടർഫുൾ. ഓക്കെ, ഞാൻ പറയാം, സമയം കളയാനില്ല. ഇത് കുമാരനാശാന്റെ കവിതയാണ്. കുമാരനാശാൻ. ഓക്കെ, അത് ഒരു മിന്നാമിനിങ്ങിനെ കുറിച്ചിട്ടുള്ള, മിന്നാമിനിങ് എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. മിന്നാമിനിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണ്. ഞാനിതിപ്പോ പറയാൻ കാരണം, ഇന്ന് നിങ്ങൾ പുതിയൊരു ജീവിതം ആരംഭിച്ചിരിക്കുകയാണ്. ഇതുവരെയും ആയിരുന്ന നിങ്ങളെയല്ല ഇനി നിങ്ങൾ. ഇതുവരെ ആയിരുന്ന നിങ്ങളിൽ നിന്നും നിങ്ങളുടെ വ്യക്തിത്വത്തിനെ രൂപപ്പെടുത്തിയെടുക്കുന്നത്, നിങ്ങളുടെ വ്യക്തിത്വത്തിനെ അടിച്ചുടച്ച് പുതിയ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വാർത്തെടുക്കാനാണ് ഈ കോഴ്സിലൂടെ ഞങ്ങൾ പോകാൻ പോകുന്നത്. ഒരു വർഷം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കോൺവെക്കേഷൻ സെറിമണിയിൽ നമ്മൾ മുഖാമുഖം കാണും. അന്ന് ഞാൻ നിങ്ങളോട് പറയും ഈ കാര്യം. ഇന്ന് നിങ്ങൾ ഒരു ഇലയുടെ അടിയിലിരിക്കുന്ന പുഴുവിനെ പോലെ, നിങ്ങൾ ചിത്രശലഭങ്ങളെ കണ്ടിട്ടില്ലേ? ചിത്രശലഭങ്ങൾ അവരുടെ ജീവിതം ആരംഭിക്കുന്ന ആ ചെറിയ പുഴുവിൽ നിന്നാണ്. ആ പുഴുവിന് ചുറ്റും ഒരു ആവരണം വന്ന് അത് പ്യൂപ്പയായി കുറെ നാള് മൃതപ്രായമായ കണക്ക് വളരെ സൈലന്റായി അതിനകത്തിങ്ങനെ ഇരിക്കും. ഒരു മാറ്റവും ഉണ്ടാകില്ല. പക്ഷെ അതിന്റെ അകത്ത് ആന്തരികമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റങ്ങളുടെ അവസാനത്തിലാണ് ഒരു മഹാവിസ്ഫോടനം പോലെ ആ കുഞ്ഞു പുഴുവിന്റെ ശരീരത്തിൽ നിന്നും 2 ചിറകുകൾ പുറത്തേക്ക് വന്ന് വർണ്ണാഭമായ ചിത്രശലഭമായി ഓരോ വസന്തകാലത്തെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഓരോ പൂക്കളിൽ നിന്നും തേനുകൾ ശേഖരിച്ചുകൊണ്ട് പാറി നടക്കുന്ന, കാണുന്നവരുടെ കണ്ണുകൾക്ക് കുളിർമയേകുന്ന, മനോഹാരിത നൽകുന്ന ഒന്നായി മാറുന്നത്. നിങ്ങൾ അതുപോലെ ആയിത്തീരുന്ന ഞാൻ പറയുന്നത്. നിങ്ങളെ അതുപോലത്തെ ചിത്രശലഭങ്ങളായിത്തീരും. ഈ കോഴ്സ് കേവലം ഒരു ജോലി കിട്ടുന്നതിനോ ടീച്ചർമാരാകുന്നതിനോ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു കോഴ്സല്ല. അതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തിനെ രൂപീകരിക്കുന്നത്. കൊച്ചുമക്കളൊക്കെ കുറുമ്പെടുക്കുമ്പോൾ നിങ്ങൾ അട്ടഹസിച്ചു കൊണ്ടായിരിക്കും ഒരു പക്ഷെ നേരിടുന്നത് അല്ലേ? ഈ അട്ടഹാസം മാറി പൊട്ടിച്ചിരിയായി മാറും നിങ്ങൾ. അവരുടെ കുറുമ്പ് ഇപ്പോ കുറുമ്പെടുക്കുമ്പോൾ ദേഷ്യമാണ് വരുന്നതെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് പൊട്ടിച്ചിരിയായിട്ടായിരിക്കും അനുഭവപ്പെടുക. അപ്പൊ ആ തരത്തിൽ നിങ്ങളുടെ ചിന്തകളെ, വ്യക്തിത്വത്തിനെ ഒക്കെ രൂപീകരിക്കാൻ, അതിനെയൊക്കെ മാറ്റിമറിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് ഇത് എന്ന് ആദ്യമേ ഞാൻ പറയട്ടെ. അതിന് ആവശ്യമായിട്ടുള്ള അത്രയും എക്സ്പെർട്ടായിട്ടുള്ള, ഇൻഡസ്ട്രിയിൽ എക്സ്പെർട്സ് ആയിട്ടുള്ള പ്രൊഫഷണലുകളാണ് നാളെ മുതൽ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകളിൽ അണിനിരക്കുവാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് വരുന്ന വഴികളിൽ മനസ്സിലാവും. ഞാനപ്പോ ഇപ്പോ കോഴ്സിന്റെ നോൺ അക്കാദമിക് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. ആരോ ഒരാൾ ലുബ്ന ഇസ്മായിൽ, അത് ലുബ്നയുടെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. സൗണ്ട് വളരെ കുറവാണ്. നിത്യ സുബി, ദിവ്യ ജോർജ്, ഒരു സെക്കൻഡ്, സംതിങ് ടെക്നിക്കൽ എറർ.
ഇപ്പൊ കേൾക്കുന്നുണ്ടോ? നിത്യ സുബി, ദിവ്യ ജോർജ്, ലുബ്ന ഇസ്മായിൽ, ഈ 3 പേര് പറഞ്ഞേ. അതുപോലെ തന്നെ സാറേ, സെയിം ചെറിയ സൗണ്ടിലേക്ക് കേൾക്കുന്നുള്ളൂ, വളരെ ശ്രദ്ധിച്ചിരിക്കണം. ലുബ്നയുടെ ഓക്കെ ആയോ? ലുബ്ന ഓക്കെ ആയി. പിന്നെ അത് ഞാൻ ലെഫ്റ്റ് അടിച്ചിട്ട് വീണ്ടും കയറിയപ്പോ ഓക്കെ ആയി. ദിവ്യ ജോർജും ഒന്നുകൂടി ലെഫ്റ്റ് അടിച്ചിട്ട് ഒന്ന് കയറി നോക്കൂ. കാരണം ഇവിടെ നിന്ന് മിസ്റ്റേക്ക് ഇല്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവിടെ നിന്നുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ തന്നെ സൗണ്ട് വളരെ കുറവിലേക്ക് കേൾക്കുള്ളൂ. ഓക്കെ, റൈറ്റ്. അപ്പോ നമ്മുടെ ഈ കോഴ്സിന്റെ പേരെന്താണ്? പേര് പറഞ്ഞ് കേൾക്കട്ടെ. ആരെങ്കിലും ഒരാളെ പറയാമോ? മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്. മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ഒന്നുകൂടി കൃത്യമായിട്ട് പറയാമോ? പോരട്ടെ. ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് എഡ്യൂക്കേഷൻ, DMTED. അതാണ് ഒരു കോഴ്സ്. മറ്റൊരു വിഭാഗം കൂടി ക്ലാസ്സിനകത്തുണ്ട്, PG ഡിപ്ലോമ. അതെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് എഡ്യൂക്കേഷൻ. അങ്ങനെ 2 തരത്തിലുള്ള കോഴ്സുകൾ ഉള്ള ആളുകൾ ഈ ക്ലാസ്സിനകത്തുണ്ട്. ഞാൻ അതിന്റെ കാര്യങ്ങളോട്ട് പറയാട്ടോ. ഇതിനകത്ത് ടെക്നിക്കൽ പറഞ്ഞുകൊണ്ട് ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫോണിന്റെ സൗണ്ട്. അപ്പൊ കോഴ്സിന്റെ പേര് നിങ്ങൾക്ക് അറിയാം. ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിന് 2-3 ആപ്പുകൾ ആവശ്യമുണ്ട്. ഏതൊക്കെ ആപ്പുകളാണ് അത് വേണ്ടത്? ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ ക്ലാസ് റൂം വേണം, ഗൂഗിൾ ക്ലാസ് റൂം വേണം. ഓക്കെ, ഗൂഗിൾ മീറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ലൈവ് ക്ലാസ്. റൈറ്റ്, നിങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള കുട്ടികളാണല്ലോ. ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ലൈവ് ക്ലാസ്സിന് ഏതൊക്കെ ദിവസങ്ങളിലാണ് ലൈവ് ക്ലാസ്സുകൾ ഉള്ളത്? മൺഡേ ടു ഫ്രൈഡേ. സമയം എപ്പോഴാണ്? 1:30 1:30 മുതൽ 2:30 വരെ. 1:30 മുതൽ 2:30 വരെ, തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചക്ക് 1:30 മുതൽ 2:30 വരെ ക്ലാസ്സുകൾ ഉണ്ട്, ലൈവ് ക്ലാസ്സുകൾ. ഗൂഗിൾ മീറ്റിൽ കയറുന്നത് വേണ്ടി ഓരോ ദിവസവും ഓരോ ലിങ്കുകൾ നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടുമോ? നോ, ഇല്ല. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരേ ഒരു ലിങ്ക് മാത്രമാണുള്ളത്. നിങ്ങൾ ആദ്യത്തെ ദിവസം ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കയറിയ അതേ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വരുന്ന 1 വർഷക്കാലം നിങ്ങൾ ക്ലാസ്സുകൾ കയറേണ്ടത്. അത്രയും ഭാഗം ക്ലിയർ ആണല്ലോ? എന്റെ ചോദ്യം, നിങ്ങൾ ഉച്ചക്ക് 1 മണിക്ക് ഗൂഗിൾ മീറ്റ് കയറി, ഉച്ചക്ക് 1 മണിക്ക് ഗൂഗിൾ മീറ്റ് കയറിയാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുമോ? ഇല്ല. കേൾക്കാൻ വയ്യ. ഉച്ചക്ക് 1 മണിക്ക് കയറിയാൽ കിട്ടൂല. ഓക്കെ, റൈറ്റ്. കേൾക്കാൻ വയ്യ. കേൾക്കുന്നില്ലേ എല്ലാവരും? കേൾക്കുന്നവർ തമ്പിട്ടെ. കേൾക്കാം. പ്രിയ രതീഷ് ലെഫ്റ്റ് അടിച്ചിട്ട് കയറും. സംതിങ് ടെക്നിക്കൽ ക്ലിയർ ഇല്ല. അത് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലോണം കേൾക്കാൻ പറ്റും. ഹലോ, കേൾക്കാൻ പറ്റുമെന്നും കേൾക്കാൻ പറ്റില്ല എന്നും 1-2 പേര് പറയുന്നുണ്ട്. അവർ ലെഫ്റ്റ് അടിച്ചിട്ട് ഒന്ന് കയറുക. ഏതെങ്കിലും സാങ്കേതിക പ്രശ്നം കൊണ്ടായിരിക്കും കയറാൻ പറ്റാത്തത്. കേൾക്കുന്നു? ഓക്കെ, ഞാൻ ഒന്നുകൂടി മൈക്കിനോട് എടുത്തിരുന്നു. നമ്മൾ രാവിലെ പഠിക്കുന്ന ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ലാസ്സാണ്. കേൾക്കാൻ പറ്റുന്നുണ്ട്? ഓക്കെ, ശരി. അപ്പോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്തത് ഗൂഗിൾ ക്ലാസ് റൂം ആണ്. ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? റെക്കോർഡ് ക്ലാസ്സുകള്, പിന്നെ PDF-കള്, മോക്ക് ടെസ്റ്റുകള്, അസൈൻമെന്റുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഗൂഗിൾ ക്ലാസ് റൂമിലായിരിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ല,
നിങ്ങളുടെ അമ്മാവന്റെ മോൻ സതീഷ് ഏട്ടന്റെ കല്യാണം ഉച്ചക്ക് 12 മണിക്ക് താലി കിട്ട്. നിങ്ങള് കല്യാണത്തിന് പോകുമ്പോൾ ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കുമോ? കമോൺ കമോൺ കമോൺ. കല്യാണത്തിന് പോകും. ചേട്ടന്റെ കല്യാണമാണ്, നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റൂല. ഓക്കെ, അപ്പോ ക്ലാസ്സിൽ കയറും. അമ്മേ രഞ്ജോതിലൊക്കെ കാരണം രഞ്ജിനി നവീൻ. ഓക്കെ, അമ്മീന കളയണ മസ്തി. കല്യാണം മസ്തി. ഓക്കെ, കയറും. ക്ലാസ്സിൽ കയറുന്നു. സതീശ ചേട്ടനോട് എന്തോ വൈരാഗ്യം ഉണ്ട് രഞ്ജിനിക്ക്, അതുകൊണ്ടാ രഞ്ജിനി ക്ലാസ്സിൽ കയറുന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പോ നമുക്ക് ക്ലാസ്സിൽ കയറണം. ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ ഈ ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടുന്നത് ഗൂഗിൾ ക്ലാസ് റൂമിലാണ്. അതെന്നാണ് കിട്ടുന്നത്? ഇന്നത്തെ ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് എന്നാണ് കിട്ടുക? പിറ്റേ ദിവസം നാളെ ഉച്ചയ്ക്ക്. നാളെ ഉച്ചയ്ക്ക്. അത് കുറച്ചുകൂടി ഷാർപ്പായിട്ട് നെക്സ്റ്റ് ഡേ അല്ല, പറയട്ടെ, നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലാണ് കിട്ടുക. തിങ്കളാഴ്ചത്തെ ക്ലാസ് അപ്പൊ എപ്പോ കിട്ടും? ചൊവ്വാഴ്ച കിട്ടും. ബുധനാഴ്ചത്തെ ക്ലാസ് എപ്പോ കിട്ടും? ഞായറാഴ്ചത്തെ ക്ലാസ് എപ്പോ കിട്ടും? അപ്പൊ എന്ത് ചോദ്യം? തിങ്കളാഴ്ച കിട്ടുന്ന റെക്കോർഡ് ക്ലാസ് ഏത് ദിവസത്തെ ആയിരിക്കും? ഫ്രൈഡേ. ഗുഡ് ഫ്രൈഡേ അല്ലേ? അപ്പോൾ പ്രശ്നമുണ്ട്. തിങ്കളാഴ്ച നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടുകയില്ല. എന്താ കാര്യം? റെക്കോർഡ് ക്ലാസ് കിട്ടുന്നത് ഏത് ദിവസമാണ്? നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലാണ്. വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ട്. വെള്ളിയാഴ്ചത്തെ ക്ലാസ് തൊട്ടടുത്ത വർക്കിംഗ് ഡേ ഏതാണ്? ശനിയാഴ്ച നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ റെക്കോർഡ് ക്ലാസ് കിട്ടും. തിങ്കളാഴ്ച റെക്കോർഡ് ക്ലാസ് കിട്ടൂല. മനസ്സിലായി? എന്താണ് ഇത്രയും ചെറിയ കാര്യം പറയുന്നത്? തിങ്കളാഴ്ച രാവിലെ അല്ലെങ്കിൽ എനിക്ക് ഫോൺ വരും, അയ്യോ സാറ് എനിക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടുന്നില്ല, എവിടെയാണ് ക്ലാസ് എന്ന് ചോദിച്ചിട്ട് വരും. അതുകൊണ്ടാണ് ഈ കാര്യം വ്യക്തമായിട്ട് പറയുന്നത്. തൊട്ടടുത്ത പ്രവൃത്തി ദിവസമായിരിക്കും കിട്ടുക. ഓഗസ്റ്റ് 14 ക്ലാസ് ഇന്ന് കിട്ടും. ഓഗസ്റ്റ് 14 ക്ലാസ് നിങ്ങൾ പഠിച്ചു. ഓക്കെ, അപ്പോ ആ ഭാഗം കഴിഞ്ഞു. സിമ്പിൾ. അടുത്ത കാര്യം, അടുത്തത് ഡിപ്ലോമയും PGയുടെയും ക്ലാസ്സുകൾ നമ്മൾ ഇതിലുണ്ടെന്ന് പറയും. ഓരോന്നിന്റെയും ഫീസ് എത്രയാണെന്നൊന്ന് പറയാമോ? ശരി, ഞാൻ പറയാം. ഡിപ്ലോമയ്ക്ക് 8,000 രൂപയും PGക്ക് 12,000 രൂപയും 12,000 rupees ആണ് ഫീസ്. അതിൽ ആദ്യത്തെ 1,000 രൂപ അടച്ചുകൊണ്ടാണ് നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ 1,000 രൂപ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ഫീസ് ആണ്. ആ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കോഴ്സിൽ ചേരുമ്പോൾ എക്സാം എഴുതുന്നതിന് വേണ്ടി സർട്ടിഫിക്കേഷൻ കൗൺസിൽ രജിസ്ട്രേഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ പൈസ ചിലവാക്കുന്നത്. അതുകൊണ്ട് ആ പൈസ നിങ്ങൾക്ക് റീഫണ്ടബിൾ അല്ല. രജിസ്ട്രേഷൻ ഫീസ് തിരിച്ചു കിട്ടുന്നതല്ല. അടുത്തത് കോഴ്സിന്റെ ഫീസാണ്. അത് 2 രീതിയിൽ അടക്കാവുന്നതാണ്. ഒന്നാമത്തെ രീതി, എല്ലാ മാസവും 1,000 രൂപ വീതമുള്ള തുകകളായി അടക്കാം. 1,000 രൂപ വീതമുള്ള തുകകളായി അടക്കാം. അല്ല എങ്കിൽ ഒരുമിച്ചടക്കാം. ഒരുമിച്ചടക്കുകയാണ് എങ്കിൽ ഈ ഓഗസ്റ്റ് 10-ാം തീയതി വരെ, ഓഗസ്റ്റ് 10-ാം തീയതിക്കുള്ളിൽ അടക്കുന്നവർക്ക് 1,000 രൂപ ഡിസ്കൗണ്ട് കിട്ടും. ഇനി നിങ്ങൾ അടക്കാനുള്ളത്, ഡിപ്ലോമക്കാരടക്കാനുള്ളത് 7,000 രൂപയാണ്. അതിന് 7,000 രൂപ അടക്കണ്ട, ഒരുമിച്ചടച്ചാൽ 6,000 രൂപ അടച്ചാൽ മതി. PG വിദ്യാർത്ഥികളാണെങ്കിൽ ഒരുമിച്ചടക്കുമ്പോൾ 11,000 രൂപ അടക്കണ്ട, 10,000 രൂപ അടച്ചാൽ മതിയാകും. ഇതാണ് മോണ്ടിസോറിയുടെ ഫീസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഡിപ്ലോമയും PGയും ഈ ബാച്ച് അകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഓരോന്നിന്റെയും രീതികളെ സംബന്ധിച്ചിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം.
ഡിപ്ലോമ എന്ന് പറയുന്ന കോഴ്സിനകത്ത് 10 മാസം ക്ലാസ് ഉണ്ടായിരിക്കും. 10 മാസം ക്ലാസ് ഉണ്ടായിരിക്കും. കോഴ്സിന് 7 പേപ്പറുകളാണ് ഉണ്ടായിരിക്കുന്നത്. എത്ര പേപ്പർ? 7 പേപ്പർ. 7 പേപ്പറുകൾ അടങ്ങുന്നതാണ് നിങ്ങളുടെ ഏത് ഡിപ്ലോമയുടെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതിനകത്ത് 3 ടെക്സ്റ്റുകളാണ് ഉള്ളത്. 3 ടെക്സ്റ്റുകളാണ് ഉള്ളത്. ഒരു തിയറി, 2 തിയറിയും ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. അതിൽ ഒന്ന് പൂർണ്ണമായും തിയറിയും രണ്ടാമത്തേത് ഒരു പ്രാക്ടിക്കൽ ഏരിയയും ആയിരിക്കും. മൂന്നാമത്തേത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷാണ്. ഇങ്ങനെ 3 ടെക്സ്റ്റുകളാണ് ഉള്ളത്. മോണ്ടിസോറി വിദ്യാർത്ഥികൾക്ക് മോണ്ടിസോറി കോഴ്സ് ഒരു സ്കിൽ കോഴ്സ് ആയതുകൊണ്ട് സ്റ്റഡി മെറ്റീരിയൽ കമ്പൽസറി ആണ്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കാണ്. ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായും വാങ്ങേണ്ടതാണ്. ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ വാങ്ങാൻ സാധിക്കാത്ത ആളുകളാണെങ്കിലും ഒരു 2 മാസത്തിനുള്ളിലെങ്കിലും നിശ്ചയമായും ടെക്സ്റ്റ് ബുക്ക് വാങ്ങണം. ടെക്സ്റ്റ് ബുക്ക് വാങ്ങുന്നത് കൊണ്ട് 2 തരത്തിലുള്ള ഗുണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത്, നിങ്ങൾക്ക് ഭാവിയിൽ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് എല്ലാ കാലവും നിങ്ങൾ മോണ്ടിസോറി അധ്യാപികയായിട്ട് എന്ന് വരെ തുടരുന്നോ അന്ന് വരെയും ഉപയോഗിക്കാനായി സാധിക്കുന്നതാണ്. രണ്ടാമത്തേത് എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിയേ പറ്റൂ. അത് കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല നിശ്ചയിക്കുന്നത്, സർട്ടിഫിക്കേഷൻ കൗൺസിലാണ്. സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ നോംസ് പ്രകാരം സ്റ്റഡി മെറ്റീരിയൽ കമ്പൽസറി ആണ്. നിങ്ങളുടെ അഡ്മിഷൻ രജിസ്റ്ററിലും ഇൻവെന്ററിയിലും നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിന്റെ പേയ്മെന്റ് വന്നതും നിങ്ങളുടെ പേര് സ്റ്റഡി മെറ്റീരിയൽ ഡിസ്ബേഴ്സ് ചെയ്തതുമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇൻസ്പെക്ഷൻ വേളയിൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഉള്ള കുട്ടികളെ മാത്രമേ എക്സാം എഴുതാനായി അനുവദിക്കുകയുള്ളൂ. ഓക്കെ, ഇത്രയും ഭാഗമാണ് മോണ്ടിസോറിയുടെ ഡിപ്ലോമയുടെ ഭാഗമായിട്ട് പറയാനുള്ളത്. ഇത് തന്നെയാണ് PGക്ക്. PGക്ക് 7 പേപ്പറിന് പകരം 9 പേപ്പറുകളാണ് ഉള്ളത്. ഓക്കെ, ആദ്യത്തെ 7 പേപ്പർ ഡിപ്ലോമക്കാർക്കുള്ള സെയിം പേപ്പർ തന്നെയാണ്. അതുകൂടാതെ കൂടുതലായി 2 പേപ്പർ കൂടി മോണ്ടിസോറി PG വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കും. ഒരു 7 മാസം 8 മാസം എത്തുമ്പോൾ, ഡിപ്ലോമ കോഴ്സ് 7 മാസം 8 മാസം എത്തുമ്പോൾ PG വിദ്യാർത്ഥികൾക്ക് വേണ്ട ക്ലാസ് സ്പെഷ്യൽ ആയിട്ട് വേറെ നടത്തുന്നതാണ്. ഈ എക്സ്ട്രാ വരുന്ന 2 മൊഡ്യൂള് എക്സ്ട്രാ ആയി നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നതാണ്. അതുവരെയും നിങ്ങൾ ഡിപ്ലോമക്കാരുടെ ഒപ്പം തന്നെ ആയിരിക്കും എക്സാം എഴുതുന്നതും പഠിക്കുന്നതും എല്ലാം. ഡിപ്ലോമക്കാരുടെയും PGക്കാരുടെയും റിസൾട്ട് വരുന്നതും കോൺവെക്കേഷൻ നടത്തുന്നതും എല്ലാം ഒരുമിച്ചു തന്നെ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കോഴ്സിന്റെ നോൺ അക്കാദമിക് ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും പറയാനുള്ളത്. എക്സാം ഫീസ് എന്ന് പറയുന്നത് ഡിപ്ലോമ കോഴ്സിന് 1500 രൂപയാണ്. 1500 രൂപയാണ്. ടെക്സ്റ്റ് ബുക്കിന് ഡിപ്ലോമ കോഴ്സ് 1450 രൂപയാണ്. PG കോഴ്സിന് എക്സാം ഫീസ് 1500 തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിന് 1850 രൂപയാണ്. ഓക്കെ, അടുത്തത് അപ്പൊ ഇത്രയും ഭാഗങ്ങളായിരിക്കും. ഇനി ഇതിനകത്ത് തോന്നാവുന്ന ചില സംശയങ്ങൾ എന്താണെന്നുള്ളത്. ഡിപ്ലോമയുടെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ള ഏതൊരാൾക്കും ഡിപ്ലോമ കോഴ്സ് ചെയ്യാവുന്നതാണ്. ഓക്കെ, +2 അടിസ്ഥാന യോഗ്യതയുള്ളവർക്കും ഡിപ്ലോമ കോഴ്സ് ചെയ്യാവുന്നതാണ്. ഡിഗ്രി അടിസ്ഥാന യോഗ്യതയുള്ളവർക്കും ഡിപ്ലോമ കോഴ്സ് ചെയ്യാവുന്നതാണ്. എന്നാൽ PG പഠിക്കണമെങ്കിൽ PG കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഓർ തത്തുല്യമായ ഡിപ്ലോമ നിർബന്ധമാണ്. അതല്ലാത്ത ഒരാൾക്കും PG കോഴ്സ് ചെയ്യാനായി സാധിക്കുകയില്ല. എന്നാൽ +2 ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് പുതിയ നോംസ് പ്രകാരം PG ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട്. +2 മാത്രമേ അടിസ്ഥാന യോഗ്യതയുള്ളൂ എങ്കിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ പുതിയതായി നിലവിൽ വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ കോഴ്സുകളെ പ്രധാനമായും 2ആയാണ് തരംതിരിക്കുന്നത്. ഒന്നാമത്തേത് അക്കാദമിക് കോഴ്സുകളൊന്നും രണ്ടാമത്തേത് സ്കിൽ കോഴ്സുകളൊന്നും. BA, BCom, BSc, MA, MSc ഇവയെല്ലാം അക്കാദമിക് കോഴ്സുകളാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മോണ്ടിസോറി, DTP, ഹോട്ടൽ മാനേജ്മെന്റ്, ഫാഷൻ ഡിസൈനിങ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇതെല്ലാം സ്കിൽ കോഴ്സുകളാണ്. അക്കാദമിക് കോഴ്സുകൾക്ക് ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ PG ചെയ്യാൻ സാധിക്കുകയുള്ളൂ. MAക്ക് പോകണം എന്നുണ്ടെങ്കിൽ BA ഉണ്ടായിരിക്കണം.
MCOM പോകണം എന്നുണ്ടെങ്കിൽ BCOMോ BAയോ ഉണ്ടായിരിക്കണം. MBAക്ക് പോകണം എന്നുണ്ടെങ്കിൽ BBA ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. ഓക്കെ. എന്നാൽ സ്കിൽ കോഴ്സുകൾക്ക് അങ്ങനെയല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും DCA എന്ന് പറയുന്ന കോഴ്സ്. എന്താണ് DCA എന്ന് പറയുന്ന കോഴ്സ്? ആരെങ്കിലും ഒരാൾ പറയാമോ DCA? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അതെ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സാണ്. അതോടൊപ്പം തന്നെ അതിന്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ഉണ്ട്. അതിന്റെ പേരെന്തുവാ? PGDCA, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സ്. PGDCA ചെയ്യുന്നതിന് ഡിഗ്രി നിർബന്ധമാണോ? അല്ല. PGDCA ചെയ്യുന്നതിന് ഡിഗ്രി നിർബന്ധമല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ DCA എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ കോഴ്സാണ്, ഒരു സ്കിൽ കോഴ്സാണ്. സ്കിൽ കോഴ്സ് ആയതുകൊണ്ടാണ് അതിന് ഈ ഡിഗ്രി നിർബന്ധമല്ലാത്തത്. ഈ മോണ്ടിസോറിയിലും അങ്ങനെ തന്നെയാണ്. +2 വിദ്യാർത്ഥികൾക്ക്, +2 അടിസ്ഥാന യോഗ്യതയുള്ളവർക്ക് ലാറ്ററൽ എൻട്രി എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. അത് പ്രകാരമാണ് ഈ സ്കിൽ കോഴ്സിന്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ചെയ്യാൻ സാധിക്കുന്നത്. അതിന് എക്സാം സമയത്ത് അധികമായി 2000 രൂപ അടക്കണം, +2 അടിസ്ഥാന യോഗ്യതയുള്ളവർ PG കോഴ്സ് ചെയ്യുന്നുവെങ്കിൽ. ക്ലിയർ? ആ ഭാഗം ക്ലിയർ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിപ്ലോമ ആൻഡ് PG? ഇതാണ് അടുത്ത ഒരു ചോദ്യം. അതെന്താന്ന് വെച്ചാൽ, അപ്പൊ PG വിദ്യാർത്ഥികളുള്ളപ്പോൾ ഡിപ്ലോമക്കാർക്ക് അവസരം കുറയുമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ മോണ്ടിസോറിയുടെ അവസരങ്ങൾ എവിടെയൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കാം. മോണ്ടിസോറി കോഴ്സ് എന്ന് പറയുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും വിദേശത്തിലെയും 4 തരത്തിലുള്ള സ്കൂളുകൾക്ക് വേണ്ടി മാത്രമുള്ള കോഴ്സാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. 4 തരത്തിലുള്ള കോഴ്സുകൾ, ആ കോഴ്സുകൾക്ക് വേണ്ടി മാത്രമുള്ള കോഴ്സാണ്. 4 തരത്തിലുള്ള സ്കൂളുകൾക്ക് വേണ്ടി മാത്രമാണ് ആ കോഴ്സ് നടത്തുന്നത്. ഒന്നാമത്തേത് CBSE സ്കൂളുകൾ, രണ്ടാമത്തേത് ICSE സ്കൂളുകൾ, മൂന്നാമത്തേത് പ്രൈവറ്റ് സ്കൂളുകൾ, നാലാമത്തേത് അൺഎയ്ഡഡ് സ്കൂളുകൾ. ഈ 4 വിഭാഗങ്ങളിൽ ഉള്ള സ്വകാര്യ മേഖലയിലുള്ള സ്കൂളുകളിലേക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് മോണ്ടിസോറി കോഴ്സ് എന്ന് പറയുന്നത്. മോണ്ടിസോറി കോഴ്സ് പ്രധാനമായും വിഭാവനം ചെയ്തിട്ടുള്ളത് കിൻഡർ ഗാർഡൻ സ്കൂൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എങ്കിലും കേരളത്തിന്റെയും ഇന്ത്യയിലെയും സാമൂഹ്യ രംഗത്ത് കാണുന്ന ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് 4ാം ക്ലാസ് വരെയും 7ാം ക്ലാസ് വരെയും ഒക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടി മോണ്ടിസോറി മാത്രം അടിസ്ഥാന യോഗ്യതയുള്ളവരെ പ്ലേസ്ഡ് ആകാറുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ 100 കണക്കിന് വിദ്യാർത്ഥിനികള് 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. 4ാം ക്ലാസ് മോണ്ടിസോറി കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ CBSE സ്കൂളുകളിലും മറ്റും 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും MT8 തമന്ന എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. ആ കുട്ടി പഠിപ്പിക്കുന്നത് 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ പ്ലേസ്മെന്റുകൾ കിട്ടാറുണ്ട്. അപ്പോ അത്തരത്തിൽ വലിയ സാധ്യതയുള്ളൊരു കോഴ്സാണ്. ഗവൺമെന്റ് മേഖലയിൽ ഈ ജോലിക്ക് സാധ്യതയുണ്ടോ? സാധ്യതയില്ല. അതെന്താ കാരണം? അതിനൊരു കാരണമുണ്ട്. ഗവൺമെന്റ് മേഖലക്കകത്ത് മോണ്ടിസോറി അടിസ്ഥാന യോഗ്യതയായി വേറെ ഒരു ഡെസിഗ്നേഷനിലേക്ക് കോർഫോർ ചെയ്യുന്നില്ല. ഈ കോഴ്സ് PSC അപ്രൂവ്ഡ് ആണോ? മോണ്ടിസോറി കോഴ്സ് PSC അപ്രൂവ്ഡ് അല്ല. എന്താ കാരണം? PSC അപ്രൂവ്ഡ് അല്ല. അതിന് കാരണം ഒറ്റ കാരണമേ ഉള്ളൂ. അതിന് ഗവൺമെന്റ് മേഖലയിൽ അവസരങ്ങളില്ല. ഗവൺമെന്റ് മേഖലയിൽ അംഗനവാടി വർക്കർമാർക്കും അംഗനവാടി ഹെൽപ്പർമാരെയുമാണ് ഈ മേഖലയിൽ പ്രധാനമായും എടുക്കുന്നത്. മുമ്പ് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് PPTTC കഴിഞ്ഞവർക്ക് സാമൂഹ്യക്ഷേമ വകുപ്പിലും മറ്റും അംഗനവാടി ടീച്ചർമാരായി നിയമനം ലഭിക്കുമായിരുന്നു. ഇപ്പോ PSC അങ്ങനെ കോൺഫോർ ചെയ്യുന്നേയില്ല. ഇപ്പോൾ ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത ചോദിക്കുന്നത്. മാത്രവുമല്ല, ഓരോ പഞ്ചായത്തുകളിലും ആ പഞ്ചായത്ത് നിശ്ചയിക്കുന്ന ഒരു ഇന്റർവ്യൂ ബോർഡാണ് ഈ ആളുകളെ, അംഗനവാടി ഹെൽപ്പർമാരെയും വർക്കർമാരെയും ഇന്റർവ്യൂ നടത്തി പ്ലേസ്ഡ് ആക്കുന്നത്. അത് മിക്കവാറും 95% കേസിലും ഒരു പൊളിറ്റിക്കൽ നിയമനമായിരിക്കും. പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകൾ ഏത് പാർട്ടിയാണോ ആ പാർട്ടിക്ക് അനുസൃതമായിട്ടുള്ള പൊളിറ്റിക്കൽ നിയമനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പൊതുവിൽ ആ നിയമനങ്ങൾ നടക്കുന്നത്. CPM ആകാം, കോൺഗ്രസ് ആകാം, BJP ആകാം, ലീഗ് ആവാം, ആരുമാകാം. ആരാണെങ്കിലും പൊതുവിൽ അങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ. എങ്കിലും അവിടെയും നമുക്കൊരു ചാൻസ് ഉള്ളത് എന്താന്ന് വെച്ചാല്, അതിനകത്ത് ഇന്റർവ്യൂ ബോർഡിൽ
ICDSന്റെ സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥ കൂടി ഇന്റർവ്യൂ ബോർഡിൽ അംഗമായിരിക്കും. മോണ്ടിസോറി നമുക്ക് യോഗ്യതയുണ്ട് എന്ന് കണ്ടാൽ അവര് നമുക്ക് മാർക്കിട്ട് തരാറുണ്ട്. അങ്ങനെ പല മോണ്ടിസോറി വിദ്യാർത്ഥികളും അങ്ങനെ ജോലിക്ക് കാര്യമായിട്ടുള്ള അനുഭവങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടുത്തത് എക്സാമിന്റെ കാര്യമാണ്. എക്സാം എങ്ങനെയാണ്? നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂൾ എക്സാം വരുന്നത് ഒരു 8ാം മാസം 9ാം മാസം ഒക്കെയാണ്. അത് ഫസ്റ്റ് മൊഡ്യൂൾ, ഫസ്റ്റ് പേപ്പർ, തിയറി പേപ്പർ തീരാറാകുമ്പോഴാണ്. ഓക്കെ, അത് ഓൺലൈൻ പരീക്ഷ രീതികൾ എങ്ങനെ പരിശീലിക്കണമെന്നും എങ്ങനെയാണ് ഇത് അറ്റൻഡ് ചെയ്യേണ്ടതെന്നും അറിയുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നതാണ്. എന്നാൽ മെയിൻ എക്സാം നടത്തുന്നത് സർട്ടിഫിക്കേഷൻ കൗൺസിലാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന് യാതൊരു നിയന്ത്രണവുമില്ല. എല്ലാ എക്സാമുകളും ഓൺലൈനായി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നോ തൊഴിലിടത്തിലിരുന്നോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ തൊഴിലിടത്തിലിരുന്നോ നിങ്ങളുടെ വീട്ടിലിരുന്നോ നിങ്ങൾക്ക് എക്സാം എഴുതാനായി അവസരമുണ്ടായിരിക്കും. നിങ്ങൾ പക്ഷെ നിശ്ചയമായും വീഡിയോ ഓണാക്കി വെക്കേണ്ടതാണ്. വീഡിയോ ഓണാക്കി വെച്ചുകൊണ്ട് മാത്രമേ എക്സാം എഴുതാൻ അനുവദിക്കുകയുള്ളൂ. ഒരു കാരണവശാലും നിങ്ങൾ എക്സാം എഴുതുന്നതിനൊക്കെ തെറ്റായിട്ടുള്ള ഒരു രീതികളും അവലംബിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ അവലംബിച്ചാൽ എക്സാമിൽ നിന്ന് നിങ്ങളെ ഡിബാർ ചെയ്യുന്നതാണ്. കാരണം നിങ്ങളുടെ എക്സാം വീഡിയോ ലൈവ് സ്ട്രീമിംഗ് ആയിരിക്കും, അത് വീഡിയോ റെക്കോർഡഡ് ആയിരിക്കും. AI ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ മാനറിസത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ കണ്ടാൽ അത് ചോദ്യം ചെയ്യപ്പെടുകയും നിങ്ങളുടെ ഡിബാറിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഓക്കെ, അടുത്തത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് അസൈൻമെന്റുകൾ, റെക്കോർഡുകൾ ഇതെല്ലാം തരുന്നതാണ്. ഒരു കാരണവശാലും ഇതൊന്നും ചെയ്യാതെ മോണ്ടിസോറി ടീച്ചറാകാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഇത് കേട്ടപ്പോൾ ഇതിൽ ചേർന്നത് ആർക്കെങ്കിലും അബദ്ധമായി എന്ന് തോന്നുന്നുണ്ടോ? ഒന്ന് പറഞ്ഞു. ഗോതമ്പ് പൊടി ചപ്പാത്തിയായി മാറണമെന്നുണ്ടെങ്കിലേ ഗോതമ്പ് പൊടി കുഴപ്പമില്ല, നമ്മള് കുഴച്ചിട്ട് കയ്യും കൊണ്ട് 2 അടി അടിക്കും ഇല്ലേ? മാവൊന്ന് മയപ്പെടുത്തും. അതുപോലെ നിങ്ങളെ അസൈൻമെന്റുകളിലൂടെ, റെക്കോർഡുകളിലൂടെ, പ്രൊജക്ട് വർക്കുകളിലൂടെ, സെമിനാറുകളിലൂടെ ഒക്കെ നിങ്ങളെ നല്ല പരിമപ്പെടുത്തി എടുത്തിട്ട് ഞങ്ങൾ വിടുകയുള്ളൂ. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരുപാട് കഴിവുകളെ ഞങ്ങൾ തോണ്ടി പുറത്തേക്ക് എടുക്കും. നമ്മുടെ ടീച്ചർമാർ മിണ്ടാതിരിക്കുന്ന പൂച്ചകളെ പുലിക്കുട്ടികളാക്കി മാറ്റും. നമ്മുടെ ടീച്ചർമാർ പാട്ട് പാടാൻ കഴിവില്ലാത്ത, ആട്ടമാടാൻ കഴിവില്ലാത്ത ആളുകളെ ആട്ടമാടിക്കും, പാട്ട് പാടിക്കും, കഥകൾ ചൊല്ലിക്കും, കവിതകൾ ചൊല്ലിക്കും, വർത്തമാനം പറയാൻ പഠിപ്പിക്കും. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളെ ദേഷ്യമടക്കാൻ പഠിപ്പിക്കും. നിരാശപ്പെടുന്ന ആളുകളെ അവരുടെ നിരാശകളെ പൊട്ടിച്ചെറിയാൻ പഠിപ്പിക്കും. ഓക്കെ, ഇതെല്ലാം ഈ കോഴ്സിന്റെ ഭാഗമാണ്. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ടീച്ചർമാരാകാൻ പറ്റുള്ളൂ. നിങ്ങൾ കുഞ്ഞുമക്കളുടെ അടുത്തേക്കാണ് പോകുന്നത്. അവരെ മനസ്സിലാക്കണ്ടേ, അവരോട് പെരുമാറേണ്ട രീതികളും മനസ്സിലാക്കണ്ടേ. അതിന് മോണ്ടിസോറി കണ്ടെത്തിയിട്ടുള്ള വലിയ മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ജിസ്റ്റർ മിസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടാകും ഇല്ലേ? നിങ്ങൾക്കൊരു പക്ഷേ ഈ നമ്മുടെ കോഴ്സിന്റെ പോസ്റ്റർ ആദ്യമായി കണ്ട സമയത്ത് നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവുക? ആരെങ്കിലും ഒരാളെ പറയാമോ? 8,000 രൂപക്ക് മോണ്ടിസോറി കോഴ്സ് പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ 30,000 രൂപക്കും 40,000 രൂപക്കും 50,000 രൂപക്കും മോണ്ടിസോറി പഠിപ്പിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ 8,000 രൂപയ്ക്ക് കോഴ്സ് പഠിപ്പിക്കുന്നു എന്ന് നിങ്ങളോട് പറയുന്നത്. അതും മാസം 1,000 രൂപ വെച്ച് അടച്ചാൽ മതി. പടച്ചറമ്പേ കൊള്ളാല പരിപാടി. 1,000 രൂപ വെച്ച് അടച്ചാൽ മതി. ഒരുമിച്ച് അടക്കേണ്ട കാര്യമില്ലാന്ന് മനസ്സിലായില്ലേ? കെട്ടിയുടെ പോക്കറ്റിൽ നിന്ന് ഇടയ്ക്കിടക്ക് 500 വെച്ച് വലിച്ച് അടച്ചുകൊണ്ടിരുന്നാൽ മതി. സോ സിമ്പിൾ അല്ലേ? ഒരുമിച്ച് അടക്കാൻ പ്രാപ്തിയില്ല. അതുകൊണ്ട് ആരും പുറത്തേക്ക് പോകാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. സ്മാർട്ട് സ്ട്രീം സാമൂഹിക പ്രതിബദ്ധതയോട് കൂടിയിട്ടാണ് എല്ലാ കോഴ്സുകളും ഡിസൈൻ ചെയ്യാറുള്ളത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ PG കോഴ്സ് ഉണ്ട്. 1.25 ലക്ഷമാണ് ഫീസ് പുറത്ത്. ഞങ്ങൾ പഠിപ്പിക്കുന്നത് 12,000 രൂപയ്ക്കാണ്. മോണ്ടിസോറിയുടെ PG കോഴ്സ് 60,000 രൂപ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ പഠിപ്പിക്കുന്നത് 12,000 രൂപയ്ക്കാണ്. അതിൽ 1,000 രൂപ രജിസ്ട്രേഷൻ ഫീസാണ്. ബാക്കി 11,000 രൂപയാണ് കോഴ്സ് ഫീസിന്റെ ട്യൂഷൻ ഫീസായിട്ട് ഞങ്ങൾ വാങ്ങുന്നത്. നമുക്കത് മതിയോ?
ഈ നാട് ഒരു കാര്യം ചോദിച്ചു. മാം നമുക്ക് സംസാരിക്കാം. ഞാനൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ കേട്ടോ. എല്ലാവരും സംശയങ്ങളൊക്കെ മറുപടി പറയൂ കേട്ടോ. ഡോണ്ട് വറി. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് ഈ നാടിനകത്ത് ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ഒരുപാട് കഴിവുകളുള്ള ആളുകളാണ്. ഒരു സമയത്ത് പിന്നെ വേണ്ട വേറെ ചോദിക്കാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ടും നടു ഒടിഞ്ഞു കിടന്നാലും വീട്ടിൽ ഒരു പണിയും ഇല്ല ചെയ്യാൻ എന്ന് പറയുന്ന ഒരു കൂട്ടര്. പണി എന്താന്ന് വെച്ചാൽ പണി ഇല്ലാന്നും, എന്നാൽ പണി ഒഴിച്ചിട്ട് വീടിന്റെ സിറ്റ് ഔട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു കൂട്ടര്. ആരാണ് ആ കൂട്ടര്? ഒന്ന് പറഞ്ഞേ, ഏത് കൂട്ടരാണ് കൂട്ടര്? പറയും. കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് എന്തൊക്കെ കിനാവുകളായിരുന്നു. പൂത്തുമ്പികളെ പോലെ പാറി നടന്നിരുന്ന ആളുകളാണ്. ഒരു സുപ്രഭാതത്തിൽ കല്യാണം കഴിഞ്ഞതോടുകൂടി പൂത്തുമ്പിയുടെ 2 ചിറകും കട്ട് തീർന്നു. വലിയൊരു പ്രതിസന്ധിയോടാണ് കടന്നിരുന്നത്. ഞാൻ പറയുന്നത് ഭൂരിഭാഗം വരുന്ന കഷ്ടന്മാരെ കുറിച്ചാണ് കേട്ടോ, അല്ലാത്ത കേസുകളും ഉണ്ടാകും. ഓക്കെ, എന്താന്ന് വെച്ചാല് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു അറിയോ? വലിയ സ്വപ്നങ്ങളായിരുന്നു. കിന്നാരം ചൊല്ലി നടന്നിരുന്ന ആളുകള്, സൗഹൃദങ്ങളിലേക്ക് കൂടി സ്നേഹസാന്ദ്രമായി പറന്ന് നടന്നിരുന്ന ആളുകള് പെട്ടെന്ന് ഒരു ദിവസം വിളിച്ച് കല്യാണം കഴിപ്പിച്ച് പണി കഴിഞ്ഞു. വീട്ടിൽ ചെന്നപ്പോ വീട്ടിൽ പണിയോട് പണി. ആദ്യത്തെ കുട്ടി വളരെ പെട്ടെന്നായി. കുട്ടിയെ നോക്കല് അത് ഇത് കാര്യങ്ങള്. തൊട്ട് പറയാൻ 2ാമത്തെ കുട്ടിയായി, അതിനെ നോക്കല് കാര്യങ്ങള്. അമ്മായിച്ചിന് പാടില്ല, അമ്മായിയമ്മക്ക് പാടില്ല. നല്ല വിദ്യാഭ്യാസമുള്ള ആളുകള്, BEd ഉള്ള ആളുകള്, BTech ഉള്ള ആളുകള്, MTech ഉള്ള ആളുകള്, MSc പഠിച്ച ആളുകള്, ഡിഗ്രിക്ക് 95% മാർക്ക് വാങ്ങിച്ച ആളുകള്, വീടിന്റെ 4 ചുവറുകൾക്കകത്ത് ഭഗത് സിംഗ് ജയിലിൽ കിടന്ന പോലെ തടവറകക്കകത്ത് പെട്ടുപോയി എന്ന് സ്വയം വിലപിച്ചിരുന്നു പോയവർ. കുറെ ആളുകൾ നിരാശയിൽ പെട്ടുപോയിട്ടുണ്ട്, ഡിപ്രഷനിൽ പെട്ടുപോയിട്ടുള്ള ആളുകളുണ്ട്. ഈ ദേഷ്യമൊക്കെ ഒരു പക്ഷെ മക്കളോടും ഭർത്താവിനോടും വീട്ടുകാരോടും ആളുകളോടൊക്കെ തീർത്ത് അത് തന്റെ ഉള്ളിലുള്ള ഇമോഷൻസിന് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള വലിയ വിഭാഗം ആളുകളാണ് പൊതുവെ നമ്മുടെ മോണ്ടിസോറി ക്ലാസ്സിനകത്ത് വരാറുള്ളത്. നിങ്ങൾ ഏത് തരത്തിലാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അങ്ങനെയുള്ള വലിയ വിഭാഗം ആളുകളുണ്ട്. പണമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരാളും പഠിക്കാതിരിക്കാൻ പാടില്ല എന്നുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധത സ്മാർട്സ് എല്ലാ കാലവും മുന്നോട്ടേക്ക് വെക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ 1000 രൂപ വെച്ച് മാസം അടച്ചാൽ മതി എന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. പക്ഷെ അതിനകത്ത് ഞങ്ങൾക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ കൂടി ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ആ കണ്ടീഷൻ കൂടി പറയാം. കാരണം നിങ്ങളൊരു ജോലി സ്ഥലത്ത് ജോലി എടുക്കുന്ന ആളാണ്. നിങ്ങൾക്ക് മാസം 10,000 രൂപ ശമ്പളം ഉണ്ട്. 30-ാം തീയതി നിങ്ങൾക്ക് ശമ്പളം കിട്ടും. ആ ശമ്പളം കിട്ടുമെന്നുള്ള ഉറപ്പിലാണ് നിങ്ങൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി പാൽക്കാരനിൽ നിന്ന് പാല് വാങ്ങുന്നത്, പത്രക്കാരനിൽ നിന്ന് പത്രം വാങ്ങുന്നത്, വീടിന്റെ വാടക കൊടുക്കാനുള്ള പ്രതീക്ഷ വെക്കുന്നത്, പുതിയ ചുരിദാർ എടുക്കാനുള്ള പ്രതീക്ഷ വെക്കുന്നത്, കറണ്ട് കാശടക്കാൻ, കേബിൾ കാശടക്കാൻ, ബ്രോഡ്ബാൻഡ് കണക്ഷന്റെ പൈസ കൊടുക്കാൻ, കുഞ്ഞിന് മരുന്ന് വാങ്ങാൻ, ഫെയർ ആൻഡ് ലവ്ലി വാങ്ങാൻ, എല്ലാത്തിനും ഈ 10,000 രൂപ കിട്ടണം. ഈ 10,000 രൂപ കിട്ടിയെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പ്രതീക്ഷയോടുകൂടി ഗാന്ധി എന്തൊരു തെളിച്ചമാണെന്നറിയോ മുഖത്തിന്? എന്താ കാര്യം? ശമ്പളം കിട്ടുന്ന ദിവസമാണ്. അങ്ങനെ ശമ്പളം വാങ്ങാൻ വേണ്ടി ചെല്ലുമ്പോ മുതലാളി പറയാണ്, മോളെ പാത്തു, ഈ മാസം കച്ചവടം വളരെ കുറവാണ്, ഈ മാസത്തെ ശമ്പളം അടുത്ത മാസം തരാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിരിച്ച ചിരിമായും മുഖത്തെ തിളക്കം മാറും. എന്താ കാരണം? ഇന്നലെ വരെ ചിരിച്ച പാൽക്കാരന്റെ മുഖം മാറും, പത്രക്കാരന്റെ മുഖം മാറും, തൊട്ടടുത്തുള്ള പലചരക്കടക്കാരൻ ശങ്കരേട്ടന്റെ മുഖം മാറും. ഇല്ലേ? ഇതെല്ലാം മാറും. മാത്രമോ ഫെയർ ആൻഡ് ലവ്ലിത്തേക്കാൾ നമ്മുടെ കണ്ണിന്റെ താഴെയിൽ വീണ്ടും ഇരുളും. അപ്പോ അതുകൊണ്ടാണ് നമ്മുടെ മുഖം കറുത്ത് പെട്ടെന്ന് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും. നിങ്ങള് മാസമാണ് ഫീസ് അടക്കേണ്ടത്. അടക്കേണ്ട ഫീസ് എല്ലാ മാസത്തിലും കൃത്യമായി അടക്കണം. അതടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത തീയതി നമ്മുടെ പേയ്മെന്റ് ടീം ഞങ്ങളോട് പറയും. സ്മാർട്ട് സിറ്റിയിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. നിങ്ങളുടെ അഡ്മിഷൻ എടുത്തിട്ടുള്ള ആളുകൾ നിങ്ങളുടെ സ്റ്റുഡൻസ് ടീമിലെ ഞങ്ങളുടെ കൗൺസിലേഴ്സ് ആണ്. അതുകൂടാതെ പ്രിന്റിംഗ് സെക്ഷൻ ഉണ്ട്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ ഉണ്ട്, ഓപ്പറേഷൻ സെക്ഷൻ ഉണ്ട്, പിന്നെ പേയ്മെന്റ് സെക്ഷൻ ഉണ്ട്, അക്കൗണ്ടിങ് വിഭാഗമുണ്ട്.
അങ്ങനെ ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതിനകത്ത് ഇനി നിങ്ങളെ പ്രധാനമായും സമീപിക്കാൻ പോകുന്നത് നമ്മുടെ പേയ്മെന്റ് ടീമിലുള്ള ആളുകളായിരിക്കും. മിക്കവാറും ഒരാളോ രണ്ടാളോ ആയിരിക്കും നിങ്ങളെ സമീപിക്കുക ഫീസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫീസ് കളക്ട് ചെയ്യാൻ വേണ്ടി അവര് നിങ്ങൾക്ക് ഒരു ദിവസം തരും. ആ ദിവസത്തിന് മുമ്പായി ഒരു തവണ മാത്രമേ നിങ്ങളെ വിളിക്കുകയുള്ളൂ. ഒറ്റ തവണ വിളിച്ചോർമ്മിപ്പിക്കും, ഒരു തവണ ഒരു മെസ്സേജ് അയക്കും. ഇതിൽ കൂടുതൽ ഒരു ചോദ്യമോ പറച്ചിലോ വർത്തമാനമോ നിങ്ങളോട് ഫീസ് ചോദിച്ചുണ്ടാവുകയില്ല, ഉണ്ടാവില്ലാന്ന്. പക്ഷെ ആ നിശ്ചിത തീയതിക്കകത്ത് നിങ്ങൾ ഫീസ് അടച്ചില്ല എങ്കിൽ തൊട്ടടുത്ത ദിവസം മുതൽ നമ്മുടെ ടീം നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കും. കാരണം നമുക്ക് 5 ഓഫീസുകളായിട്ട് 120ഓളം പേര് വരുന്ന ജീവനക്കാരുണ്ട്, ഒരുപാട് വണ്ടികൾ ഓടുന്നുണ്ട്. ഈ 5 ഓഫീസുകളിലെ കറണ്ട് കാശ്, വാട്ടർ ചാർജ്, സോഫ്റ്റ്വെയറുകളുടെ വാടക, ഈ 120ഓളം വരുന്ന ജീവനക്കാരുടെ ശമ്പളം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ തരുന്ന തുച്ഛമായിട്ടുള്ള ഈ 1000 രൂപയിൽ നിന്നാണ്. നമ്മൾ ഏറ്റവും നാമമാത്രമായിട്ടുള്ള ലാഭം മാത്രമാണ് ഇതിനെടുക്കുന്നത്. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പ്രോഫിറ്റാണ് എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോ ചെറിയ ഒരു തക്കക്കേട് വന്നു കഴിഞ്ഞാൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടാകും. അപ്പോ അതുകൊണ്ട് എല്ലാവരും ആ നിശ്ചിത തീയതിയിൽ ഫീസ് അടക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം. ഓക്കെ, പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമ്മളെല്ലാവരും മനുഷ്യരാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. ആരുടെയും ജീവിതത്തിൽ അങ്ങനെ കടന്നു വരാതിരിക്കട്ടെ എങ്കിലും ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വരും. അപ്പൊ ആ സമയത്ത് ഇവിടുന്ന് വിളിക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും? ഫോൺ എടുക്കാതിരിക്കണം. മെസ്സേജ് ചെയ്താൽ റിപ്ലൈ ചെയ്യാതിരിക്കണം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഫോൺ എടുത്തിട്ട് നിങ്ങളുള്ള കാര്യം പറയുക, എനിക്ക് അതിന്റെ പോലെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഇത്രാം തീയതി ഫീസ് അടച്ചോളാം എന്ന് പറയൂ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതല്ല. നിങ്ങൾക്ക് ഒരല്പം കൂടി നീണ്ടു പോകുമെന്നുണ്ടെങ്കിൽ, ആ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് പറയൂ. എന്നെ വിളിച്ചിട്ട് പറയാം നിങ്ങൾക്ക്, സാർ ഇന്ന പോലെ ഒരു പ്രശ്നമാണ്, എനിക്ക് ഇത്ര സാവകാശം വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് അന്നത്തെ സാഹചര്യം നോക്കിയത് അനുവദിക്കാൻ പറ്റുന്നതാണെങ്കിൽ അനുവദിക്കാം. അതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ഏത് ദുരിതമുഖത്ത് നിന്നാലും നിങ്ങളോടൊപ്പം കൈപിടിച്ച് നിൽക്കാൻ സ്മാർട്സിയുടെ മുഴുവൻ ടീമും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നാണ് അതിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. ഒരാളും ഫീസ് അടക്കാത്ത കാരണം കൊണ്ട് ഈ ക്ലാസ്സിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്ത് കളയില്ല. ഒരു തർക്കൂല. ഒരാളെയും ഫീസ് അടച്ചില്ല എന്നുള്ള കാര്യം കൊണ്ട് റിമൂവ് ചെയ്ത് നമ്മൾ കളയില്ല എന്നുള്ള കാര്യം പറഞ്ഞോട്ടെ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പറയാം കേട്ടോ, നമ്മോട് പറയാം. നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളും പിന്തുണകളും അതിന്റെ ഭാഗമായിട്ടുണ്ടാകും. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്തത് ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാല് മാങ്ങ വിൽക്കാണ്. മാങ്ങ. ഓക്കെ, ഒരു വശത്ത് നോക്കൂ, ഒരു വശത്ത് നമ്മുടെ പീതാംബരൻ ചേട്ടൻ ഇരുന്ന് മാങ്ങ വിൽക്കുന്നു. പീതാംബരേട്ടന്റെ മാങ്ങ 1 കിലോ 100 രൂപ. അതേ മാങ്ങ തന്നെ തൊട്ടിപ്പുറത്ത് മേരിച്ചേച്ചിട്ട് വിൽക്കുന്നു. മേരിച്ചേച്ചിയുടെ മാങ്ങ 50 രൂപ. നിങ്ങൾ ഏത് മാങ്ങയായിരിക്കും വാങ്ങുക? പീതാംബരേട്ടന്റെ മാങ്ങ, മേരിച്ചേച്ചിയുടെ മാങ്ങ. രണ്ടുപേരും ഉണ്ട്, 2 കൂട്ടരും ഉണ്ട്. പക്ഷേ മനസ്സിലായി, വെയ് രാജാവേ, മേരി ചേച്ചിയുടെ മാങ്ങ വാങ്ങുന്നവരുണ്ട്, പീതാംബരേട്ടന്റെ മാങ്ങ വാങ്ങുന്നവരുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, ഈ 100 രൂപയുടെ മാങ്ങക്കും 50 രൂപയുടെ മാങ്ങക്കും നടുക്ക് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള തോന്നൽ എന്തായിരിക്കും? കേൾക്കട്ടെ. അത്ര പൈസ കുറവാണെന്നല്ല. 50 രൂപയുടെ മാങ്ങ പീതാംബരേട്ടൻ എന്തൊരു മുക്തനാണ്, കണ്ണി ചോറിയില്ലാത്തവൻ. 50 രൂപ അപ്പുറത്ത് വെക്കുന്ന മാങ്ങ കൊള്ളലാകുട്ടി ഇവിടെ 100 രൂപക്ക് വെക്കുന്നു. ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തെ ചിന്ത, ഈ മേരി ചേച്ചിയുടെ മാങ്ങ ഹലോ മേരി ചേച്ചിയുടെ മാങ്ങ കൊള്ളൂലാത്ത മാങ്ങയാണ്, പുളിയുള്ള മാങ്ങയാണ്, രുചിയില്ലാത്ത മാങ്ങയാണ്. അതുകൊണ്ടാണ് 50 രൂപക്ക് വെക്കുന്നത്. ഈ രണ്ട് ചിന്തയും നിങ്ങൾക്ക് വരാം. ആരെങ്കിലും മ്യൂട്ട് ചെയ്യാണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണേ. റീന രാജേഷ് മ്യൂട്ട് ചെയ്യുക. ഓക്കെ, റൈറ്റ്. അപ്പോ സ്മാർട്ട് സീയുടെ പോസ്റ്റർ 8000 രൂപയുടെ പോസ്റ്റർ നിങ്ങളുടെ മോണ്ടിസോറി നിങ്ങളുടെ ഇതിൽ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആദ്യം തോന്നിയിട്ടുള്ള ചിന്ത എന്തായിരുന്നു? ഈ കോഴ്സ് എന്ത് കോഴ്സാണ്? ഇതൊരു തട്ടിപ്പ് കോഴ്സാണ്. 30,000 രൂപ 40,000 രൂപ 60,000 രൂപ മോണ്ടിസോറിയുടെ ഡിപ്ലോമയും PGയും പഠിപ്പിക്കുന്ന സമയത്ത് 8,000 രൂപക്ക് പഠിപ്പിക്കുന്നതാണ്. തട്ടിപ്പ്. ഒരു തർക്കമില്ല, നമ്മൾ ഉറപ്പിച്ചു. എങ്കിലും കിട്ടിയാല് ഊട്ടി പൊട്ടിയാല് ചട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ വിളിച്ചു നോക്കിയപ്പോ നിങ്ങൾ സുജയോ ശില്പയോ പഞ്ചിഷ്മയോ പിന്നെ ദൃശ്യയോ ശാന്തിയോ അങ്ങനെ നമ്മുടെ സ്റ്റുഡൻസ് ടീം നിങ്ങളോട് വിളിച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറയും. അപ്പോ എനിക്കിങ്ങനെ ഇടയ്ക്ക് ചോദ്യങ്ങൾ വരും. ഹലോ സ്മാർട്ട് ശ്രീ അല്ലേ? അപ്പൊ ഞാൻ പറയും അതെ.
സാറ് അതെങ്ങനെയാണ് ഇതെങ്ങനെയാണെന്ന് ചോദിച്ച് പിന്നെ കുത്തി വിളിയത് നമ്മളിലുള്ള തട്ടിപ്പുകാരനെ പുറത്തേക്ക് എടുക്കാന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് ചോദിക്കും, ഞാൻ തട്ടിപ്പുകാരനാണോ എന്ന് അറിയാൻ വേണ്ടിയാണോ നിങ്ങൾ വിളിച്ചിട്ടുള്ളത്? അപ്പൊ അവർക്ക് കാര്യം മനസ്സിലാവും. നമ്മ അവരോട് കാര്യങ്ങൾ പറയും. നമ്മുടെ ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, സ്മാർട്ട് ശ്രീ എഡ്യു കൺസൾട്ടൻസി. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ഒന്ന് ശ്രദ്ധിച്ചേക്കുക. സ്മാർട്ട് ശ്രീ എഡ്യു കൺസൾട്ടൻസി, നിങ്ങൾ അതിലൊന്ന് കയറി നോക്കണേ. സ്മാർട്ട് ശ്രീയുടെ ഇൻസ്റ്റാ പേജില് രാത്രി പൂത്തിരി കമ്പിത്തിരി മെത്താപ്പൂ പടക്കം ആന അമ്പാരി ബിരിയാണി നെയ്ച്ചോറ് എല്ലാം ഉണ്ട്. ഓക്കെ, ഗംഭീര പരിപാടികളാ. ഒന്ന് കയറി നോക്കണം കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് തട്ടിപ്പല്ല, എന്തൊക്കെ കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാകും. ഓക്കെ, അപ്പോ നമ്മൾ നമ്മുടെ കൺസെപ്റ്റിന്റെയും പ്രതിബദ്ധതയുടെയും ഭാഗമായിട്ടാണ് ഈ ഫീസ് കുറച്ച് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ഫീസ് കുറച്ച് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മേരി ചേച്ചിയുടെ മാങ്ങ പോലെയാകും, രുചിയില്ലാത്ത പുള്ളിയുള്ള മാങ്ങയാണെന്ന് നമുക്ക് തോന്നാം. ഒരു കോഴ്സിന്റെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? അത് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോ സർട്ടിഫിക്കറ്റ് ഈ പുളിയില്ലാത്ത രുചിയില്ലാത്ത സർട്ടിഫിക്കറ്റ് ആണോ? നമുക്കൊന്ന് പരിശോധിക്കാം. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമ്മുടെ സർട്ടിഫിക്കറ്റിനുള്ളത്? ഓക്കെ, നമ്മുടെ സർട്ടിഫിക്കറ്റ് കൗൺസിലിന്റെ പേര് RSDCA എന്നാണ്. അത് 6-7 ഫീച്ചേഴ്സ് ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അത് ഒന്നാമത്തേത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കറ്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കറ്റ്. രണ്ടാമത്തേത് ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. എന്താണ് ഓൺലൈൻ വെരിഫിക്കേഷൻ? ആ സർട്ടിഫിക്കറ്റിനകത്ത് ഒരു QR കോഡ് ഉണ്ട്. നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റുമായി ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും, അമേരിക്കയിലെയോ ഓസ്ട്രേലിയയിലോ മാൾട്ടയോ യൂറോപ്യൻ കൺട്രീസോ ആഫ്രിക്കയോ എവിടെ വേണമെങ്കിലും പോകും. അവിടെ പോയി ഒരു എംപ്ലോയറുടെ മുന്നിൽ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ആ എംപ്ലോയർക്ക് തന്റെ ഫോൺ എടുത്ത് അതിലെ QR കോഡ് സ്കാൻ ചെയ്താൽ, നമ്മള് ജോണേട്ടന്റെ കടയിൽ നിന്ന് പച്ചക്കറി മേടിച്ചിട്ട് 58 രൂപ 60 പൈസ സ്കാൻ ചെയ്യൂലേ നമ്മള് ജിപേയില്, അതുപോലെ സ്കാൻ ചെയ്താൽ നേരെ പോകുന്നത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി വെബ്സൈറ്റിലേക്കാണ്. ആ വെബ്സൈറ്റിൽ ചെന്നാൽ അതിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ചെന്നാൽ ഇപ്പൊ ഇതിൽ ഞാൻ ആദ്യം കാണുന്ന ഒരു പേര് ചിക്കുമോൾ PK, മഞ്ജു രാഗേഷിന്റെ സർട്ടിഫിക്കറ്റിൽ ഒരു സീരിയൽ നമ്പർ ഉണ്ടാകും 1 2 3 4 5. അതാ സർട്ടിഫിക്കേഷൻ വെരിഫിക്കേഷന്റെ വെബ്സൈറ്റിൽ അടിച്ചു കൊടുത്താൽ മഞ്ജുമോള് ചിരിച്ചു നിൽക്കുന്ന പടം, ചിക്കുമോള് ചിരിച്ചു നിൽക്കുന്ന പടം, ഷിന്നു ഷൈജു ചിരിച്ചു നിൽക്കുന്ന പടം, രഞ്ജനിയും സുബിയും നസ്രിയും ഒക്കെ ചിരിച്ചു നിൽക്കുന്ന നിങ്ങളുടെ ഫോട്ടോ അതിലുണ്ടാവുന്ന മഞ്ജു വാര്യരെ പോലെ നിങ്ങൾ തിളങ്ങി നിൽക്കുന്നത് എവിടെടാ? സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കറ്റിൽ. ഈ ആഫ്രിക്കക്കാരൻ എംപ്ലോയർ സർട്ടിഫിക്കറ്റിലേക്ക് നോക്കും, വെബ്സൈറ്റിലേക്ക് നോക്കും, രണ്ടും ഒന്ന് തന്നെ മാച്ച്. ഓക്കെ, നിങ്ങൾ ഈ കോഴ്സ് ചെയ്ത ടൈം എത്ര നാളാണ് നിങ്ങൾ കോഴ്സ് ചെയ്തത്, അതിന്റെ സിലബസ് എന്തൊക്കെയായിരുന്നു, അങ്ങനെ മുഴുവൻ ഡീറ്റെയിൽസും ആ വെബ്സൈറ്റിൽ നിന്ന് അവർക്ക് ലഭ്യമാകും. അപ്പൊ ഓൺലൈനിലൂടെ അവർക്ക് അവിടെ തന്നെ ഇരുന്നത് വെരിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് അങ്ങനെ വെരിഫൈ ചെയ്യാൻ പറ്റും. നമ്മള് ഈ ഇവിടെയൊക്കെ അറ്റസ്റ്റ് ചെയ്യാൻ പോകുമല്ല, ഗസറ്റഡ് ഓഫീസറിന്റെ അടുത്തൊക്കെ അറ്റസ്റ്റ് ചെയ്യാൻ പോകൂലേ? അറ്റസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ഒറിജിനൽ അമ്മിണി ചേച്ചി അറ്റസ്റ്റ് ചെയ്യാൻ പോയാൽ കാണും. അമ്മിണി ചേച്ചിയുടെ ഒറിജിനൽ ഇങ്ങനെ കയ്യിലെടുത്ത് വെക്കും. അമ്മിണി ചേച്ചിയുടെ SSLC ബുക്കിന്റെ ഫോട്ടോ സ്റ്റാറ്റ് ഉണ്ടാവും. ഇത് രണ്ടും കൂടി നോക്കി ടിക്ക് ചെയ്തിട്ട് ട്രൂ കോപ്പി അറ്റസ്റ്റ് ചെയ്ത് അമ്മിണി ചേച്ചിക്ക് കൊടുത്തു വിടും ഇല്ലേ? അതുപോലെ ഒരു ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. മൂന്നാമത്തേത് ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയ സർട്ടിഫിക്കറ്റ് ആണ്. ഇന്ത്യൻ എംബസി എന്താ? ഇന്ത്യൻ എംബസി ഇന്ത്യക്കകത്തുള്ള പൗരന്മാർ, ഇന്ത്യയുടെ പൗരന്മാരുണ്ടല്ലോ, ഇന്ത്യയുടെ പൗരന്മാര് വിദേശത്തേക്ക് പോകുമ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിനും മറ്റുമായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു ഔദ്യോഗിക സ്ഥാപനമാണ് ഇന്ത്യൻ എംബസി. ആ ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് RSDCA സർട്ടിഫിക്കറ്റ്. അടുത്തത് മോഫ അറ്റസ്റ്റേഷൻ. മോഫ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, വിദേശകാര്യ മന്ത്രാലയം. നിങ്ങൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാകും, ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും നിങ്ങൾ. ആ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നമ്മൾ SSLC ബുക്കും +2 സർട്ടിഫിക്കറ്റും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ പോയിട്ട് രജിസ്റ്റർ ചെയ്യില്ലേ? അതോടൊപ്പം തന്നെ അതിനോടൊപ്പം ആഡ് ചെയ്യാൻ പറ്റുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്.
ഓക്കെ. പിന്നെയോ ISO സർട്ടിഫിക്കറ്റ് ആണ്, സൗദി അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. ഇന്ത്യക്കകത്ത് പ്രധാനമായും 2-3 സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡികളാണുള്ളത്. ഒരു സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ പേര് നിങ്ങൾക്ക് പറയാമോ? നിങ്ങളുടെ ഓർമ്മയിലുള്ള പേരാണ്, പറയാമോ? പറയണോ? ആരും ഓർമ്മയിലില്ലേ? ഇല്ല. ഭാരത് സേവക് സമാജ് ഓർമ്മയിലുണ്ടോ? BSS. അത് ഇതുപോലെ തന്നെ ഒരു സർട്ടിഫിക്കേഷൻ കൗൺസിലാണ്. മറ്റൊരു സർട്ടിഫിക്കേഷൻ കൗൺസിലാണ് NCVRT, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ റിസർച്ച് ട്രെയിനിങ് സെന്റർ. അതുപോലത്തെ ഒരു സർട്ടിഫിക്കേഷൻ കൗൺസിലാണ് RSDCA, റീജിയണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി. ഓക്കെ, ഇതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ പ്രത്യേകത. അത് മേരി ചേച്ചിയുടെ പുളിയുള്ള മാങ്ങ പോലെ, രുചിയില്ലാത്ത മാങ്ങ പോലെ ഉള്ള സർട്ടിഫിക്കറ്റ് അല്ല. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ സർട്ടിഫിക്കറ്റ് ഈ കോഴ്സിനോടൊപ്പം അറ്റാച്ച്ഡ് ആണ്. ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി നിങ്ങൾ പ്രത്യേകമായി 1 രൂപ പോലും അടക്കേണ്ടതില്ല. 1 രൂപ പോലും നിങ്ങൾ അടക്കേണ്ടതില്ല. എന്നാൽ മറ്റൊരു സർട്ടിഫിക്കറ്റ് കൂടിയുണ്ട്. അത് SDC സർട്ടിഫിക്കറ്റ് ആണ്, സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഓഫ് കാനഡ. കാനഡയാണ് അതിന്റെ ആസ്ഥാനം. അതൊരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. കാനഡ ആസ്ഥാനമായി എന്നുള്ളത് കൊണ്ട് കാനഡയിൽ മാത്രമല്ല ഇത് വാലിഡ് ആകുന്നത്. 140-ലേറെ ലോകരാഷ്ട്രങ്ങളിൽ ഔദ്യോഗിക തൊഴിൽ നൈപുണ്യത്തിന്റെ ഔദ്യോഗിക സ്ഥാപനമായി പ്രവർത്തിക്കുന്ന സർട്ടിഫിക്കേഷൻ കൗൺസിലാണ് SDC കാനഡ. ഓക്കെ, കാനഡ അതിന്റെ ആസ്ഥാനമാണ്. MG യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ കോട്ടയാണ്. പക്ഷെ അത് ഇന്ത്യയിലെമ്പാടും ലോകത്തെമ്പാടും വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് MG യൂണിവേഴ്സിറ്റിയുടെ. അതുപോലെ ഇതിന്റെ ആസ്ഥാനമാണ് കാനഡയിൽ. വേറെ ഏത് രാഷ്ട്രത്തിലും വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ആ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ മുടക്കണം. ദുട്ട് മണി മുടക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. ആ സർട്ടിഫിക്കറ്റിന്റെ ഫീസ് എന്ന് പറയുന്നത് 1800 രൂപയാണ്. ആവശ്യമുള്ളവർ മാത്രം വാങ്ങിയാൽ മതി. വിദേശത്തേക്ക് പോകുമെന്ന് ഉറപ്പുള്ളവർ അവര് മാത്രം വാങ്ങിയാൽ മതിയെന്ന്. തെക്കേലെ വീട്ടിലെ ശോശാമ വിദേശത്തേക്ക് പോയി നല്ല ജോലി, നല്ല വീട്, നല്ല കാറ്, അതുപോലെ എനിക്കും ആകണം അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ, വിദേശത്ത് ഭർത്താവുണ്ട്, ഫാമിലി മൊത്തം അങ്ങോട്ടേക്ക് പോകണം, ഭർത്താവിനൊപ്പം ചെന്നാലും അവിടെ ഒരു ജോലി തരപ്പെടുത്തിയെടുക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഇവരെല്ലാവരും STC സർട്ടിഫിക്കറ്റ് വാങ്ങണം. അത് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ്, ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. 1800 രൂപയാണ് അതിന്റെ ഫീസ് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ അടക്കേണ്ടതില്ല, എക്സാം തുടങ്ങുന്ന സമയത്ത് അടച്ചാൽ മതിയാകും. ഓക്കെ, മനസ്സിലായി? വിദേശത്തേക്ക് പോകാത്ത ആളുകൾ, ഈ നാട്ടിൽ തന്നെ മതി, ജീവിതം മതി എന്ന് തീരുമാനിച്ചുറപ്പിച്ചവര്, ശോശാമനെ പോലെ വലിയ വീട് വെക്കണ്ട എന്ന് ആഗ്രഹിച്ചവര്, ഇവിടുത്തെ ഉത്സവങ്ങളും പള്ളിയിലെ പെരുന്നാളിനൊക്കെ കൂടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകള്, കെറ്റോന്റെയും മക്കളുടെയും ഒപ്പം രാത്രി കുറച്ച് സൊറയൊക്കെ പറഞ്ഞ് കഞ്ഞി കുടിച്ച് ഇവിടെ തന്നെ ജീവിച്ചാൽ മതി, അയൽവക്കക്കാരോട് വർത്താനം പറഞ്ഞ് നാട്ടുവഴികളിലൂടെ നടന്ന് പുഴകളിൽ ഇറങ്ങിക്കുളിച്ച് ഇവിടെ ജീവിച്ചാൽ മതി എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഈ വിദേശത്തേക്ക് പോകാനുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതില്ല. ഈ വിദേശങ്ങളിൽ ഡ്യുവൽ സർട്ടിഫിക്കേഷൻ ഉള്ള കോഴ്സുകളെ പ്രീമിയം കോഴ്സുകളായി പരിഗണിക്കാറുണ്ട്. അതുകൊണ്ടാണ് വാങ്ങേണ്ടത്. ഈ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഈ SDC സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അതിൽ 2-3 പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ എക്സാം കഴിഞ്ഞു, കോഴ്സ് കഴിഞ്ഞത് ഇപ്പോഴാണെന്ന് വിചാരിക്കുക. ഓഗസ്റ്റ് 4-ാം തീയതി നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞു. ഓഗസ്റ്റ് 4-ാം തീയതി നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 9 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വിദേശത്തേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ അന്നേരം നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുമ്പോൾ അതിന്റെ ഡേറ്റും ഇപ്പോഴത്തെ ഡേറ്റും തമ്മിൽ 9 മാസത്തെ ഡിഫറൻസ് ഉണ്ടാവും. അത് എംപ്ലോയറുടെ മുന്നിൽ നമ്മുടെ ക്രെഡിബിലിറ്റി കളയുന്ന സാധനമാണ്. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ ഇപ്പോൾ തന്നെ അപേക്ഷിക്കേണ്ടതാണ്. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് എനിക്ക് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രധാനമായും പറയാനുള്ളത്. ഇനി
അടുത്തൊരു ഭാഗം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും പിന്നെ നമ്മുടെ ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുമാണ്. ഈ കോഴ്സിനകത്ത് ഇന്റേൺഷിപ്പ് ചെയ്യുക എന്നുള്ളത് ഈ കോഴ്സിന്റെ ഭാഗമായ നിർബന്ധമല്ല. അതായത് ഈ കോഴ്സ് പഠിക്കാൻ വന്ന ചില ആളുകളെങ്കിലും നമ്മുടെ പ്രഗ്നൻസി സമയം ഏറ്റവും ക്രിയേറ്റീവായി ഉപയോഗിക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ലോക്കായിരിക്കുകയാണ്, ആ സമയത്ത് അത് ക്രിയേറ്റീവായി ഉപയോഗിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യം കൊണ്ട് അവർക്ക് ഒരു പക്ഷേ ഇന്റേൺഷിപ്പിന് പോകാൻ പറ്റൂല. ചിലപ്പോൾ വിദേശങ്ങളിലുള്ള ആളുകൾ, ഔട്ട് ഓഫ് കേരളയുള്ള ആളുകൾ, അവർക്കൊക്കെ ഇന്റേൺഷിപ്പ് വേണമെന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് നിർബന്ധമാണ്. എങ്ങനെ നിർബന്ധമാണ്? കോഴ്സിന് നിർബന്ധമല്ല. പക്ഷെ നിങ്ങൾ ഇന്റേൺഷിപ്പ് എടുക്കുന്നതാണ് ഉചിതം. ഇന്റേൺഷിപ്പ് എടുത്തില്ല എന്നുള്ള കാരണം കൊണ്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാതിരിക്കുകയില്ല. പക്ഷെ നിങ്ങൾ ഇന്റേൺഷിപ്പ് എടുത്താൽ മാത്രമേ നിങ്ങളിലുള്ള ടീച്ചറെ വാർത്തെടുക്കാനായി പറ്റുകയുള്ളൂ. മനസ്സിലായി? നിങ്ങളുള്ള ടീച്ചറെ വാർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇന്റേൺഷിപ്പിന് നിങ്ങൾ പോകണമെന്ന് ഒരു മാസമോ 2 മാസമോ ഞാൻ പറയാം. അത് നമ്മുടെ ടീച്ചർമാര് പറയും. ഒരു 6-7 മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഇന്റേൺഷിപ്പിന് പോകുന്നത് ഉചിതമായിരിക്കും. ഇന്റേൺഷിപ്പിന് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും സ്കൂളുകളിൽ ചോദിച്ചാൽ മതി, അവർ ഇന്റേൺഷിപ്പ് തരും. ഇപ്പോ ഗവൺമെന്റ് സ്കൂളുകളിൽ ഉൾപ്പെടെ അവിടുത്തെ ഹെഡ് മാഷിന്റെ വിവേചനാധികാരപൂർവ്വം ഇന്റേൺഷിപ്പുകൾ ലഭിക്കാറുണ്ട്. അങ്ങനെ കിട്ടിയാൽ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തേത്, നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നിങ്ങൾ പിന്നെ ഫ്രഷർ അല്ല. ഓക്കെ, ഈ 2 ഗുണങ്ങളുണ്ട്. ഇന്റേൺഷിപ്പ് ചെയ്താൽ മാത്രമാണ് നിങ്ങളിൽ ടീച്ചറിനെ ഉണർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ടീച്ചറിനെ ഉണർത്തിയെടുക്കണ്ടേ? നിങ്ങൾ ഇവിടെ തിയറി പഠിക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണ്ടേ? ആ എക്സ്പീരിയൻസിൽ കൂടി കടന്നു പോകണം. നിങ്ങൾ മഹിളാരത്നം വായിച്ച്, മഹിളാരത്നം എന്ന് പറയുന്ന ആ വീക്കിൽ ഇപ്പൊ ഉണ്ടോ? പോട്ടെ, മഹിളാരത്നം മാറ്റി ഞാൻ വനിത വായിച്ചു. വനിതയില് മലബാർ മട്ടൻ കറി വെക്കാനായിട്ട് നിങ്ങൾ വായിച്ച് പഠിക്കാനുണ്ടോ? ഒന്നാമത്തെ ചേരുവ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില. രണ്ടാമത്തേത് മട്ടൻ വൃത്തിയാക്കി പീസാക്കിയത് 1.5 കപ്പ്. ഇതൊക്കെ വായിച്ചു നമ്മൾ കേട്ടോ. യൂട്യൂബ് നോക്കി ചെയ്യുന്ന കാര്യം കേട്ടോ ഞാൻ പറയുന്നത്, വനിത നോക്കി ചെയ്യുന്ന കാര്യമാണ്. ഇത് നോക്കി നിങ്ങൾ വായിച്ചു. വനിത കൊണ്ടുവന്ന് വെക്കുന്നു, ചീനച്ചട്ടി എടുക്കുന്നു, അടപ്പത്ത് വെക്കുന്നു. തീ കത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങള് കത്തിച്ചു തുടങ്ങുമ്പോഴാണ് ആദ്യത്തെ സംശയം. എന്താന്ന് അറിയോ? വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് മുമ്പ് ചീനച്ചട്ടി സിമ്മിൽ ഇടണോ ഫുൾ ഫയറിൽ ഇടണോ? സവാള വഴറ്റുമ്പോ അടുത്ത സംശയം, സവാളയുടെ കളർ എവിടം വരെയും പോണം? ലൈറ്റ് ബ്രൗൺ വേണോ, കുറച്ചുകൂടി ബ്രൗൺ വേണോ, ഒട്ടും ബ്രൗൺ വേണ്ടേ? വെറുതെ വാടി തുടങ്ങിയാൽ മതിയാ. വനിതയിൽ സോട്ട ഒണിയെന്ന് മാത്രം ഉണ്ടാവുള്ളൂ, ഒണിയും വെറുതെ ഒന്ന് വഴറ്റിയാന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. സംശയത്തോട് സംശയം. മുളക് പൊടിയും തോറും ഇടണം, ഉപ്പും തോറും ഇടണം, ഇതിലൊക്കെ സംശയം. മനസ്സിലായി? അപ്പോ ഇതാണ് ഇന്റേൺഷിപ്പിന് പോകുമ്പോഴുള്ള കാര്യം. നമ്മുടെ എല്ലാ ഹന്തകളെയും ഈ കൊച്ചു പയ്യന്മാരില്ലേ, കൊച്ചു കുറുമ്പികളെ, അവരടിച്ചുടച്ചു കളയും. നിസ്സാരക്കാരെല്ലാവരും. ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് അയച്ച ഒരു വലിയ പുസ്തകമുണ്ട്. പുസ്തകം ചെറുതാണ്, വലുതെന്ന് പറഞ്ഞതിന്റെ ആശയങ്ങൾ കൊണ്ടാണ്. അതൊരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന് പറയുന്ന പേരിൽ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ്. ഓക്കെ, ആ അച്ഛൻ ദീർഘവീക്ഷണത്തോട് കൂടി കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ടേക്ക് പറഞ്ഞു തരുന്നു. അവരുടെ ലോകം വിശാലമാണ്, നമ്മളെ പോലെ അല്ല. അവര് വളർന്നത് ഈ 20K ബോയ്സ് ആൻഡ് ഗേൾസ് ആയിട്ടാണ്. അപ്പോ നമ്മുടെ കാഴ്ചപ്പാടുകളെ അടിച്ചുടക്കാൻ പ്രാപ്തരാണ് അവര്. അപ്പൊ ഇന്റേൺഷിപ്പിന് പോകുന്ന എക്സ്പീരിയൻസ് വളരെ വലുതാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും നിങ്ങൾ ഇന്റേൺഷിപ്പിന് പോകണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇന്റേൺഷിപ്പ് ചെയ്താലേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ എന്നില്ല. ഇന്റേൺഷിപ്പ് ചെയ്തില്ലെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ഭാഗം ഞാൻ പറയാതെ, ഇന്റേൺഷിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യേണ്ടതുള്ളൂ. ഇന്റേൺഷിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പേയ്മെന്റ് സെക്ഷൻകാരോട് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ വേണം, ഇന്ന സ്കൂളിലേക്കാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഓഫർ ലെറ്റർ അയച്ചു തരും. അതിനൊരു 50 രൂപ ഫീസ് അടച്ചാലേ ഓഫർ ലെറ്റർ കിട്ടുകയുള്ളൂ. ഓക്കെ, ആ 50 രൂപ ഫീസ് അടച്ചാൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടും.
അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിൽ കയറാം. അതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലെസൺ പ്ലാനും നിങ്ങളുടെ പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ അടയാളപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇവിടുന്ന് പറഞ്ഞു വിടുന്നത്. ഇതാണ് അതിന്റെ ഭാഗമായിട്ട് പറയാം. കേരളത്തിന് പുറത്തല്ല, കേരളത്തിനകത്ത് തന്നെ. നിങ്ങൾക്ക് നമ്മളെല്ലാം ഇന്റേൺഷിപ്പ് റെഡിയാക്കി തരുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നല്ല. കോഴിക്കോടുള്ള ആൾക്ക് തിരുവനന്തപുരത്തുള്ളത് ഇന്റേൺഷിപ്പ് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്റേൺഷിപ്പ് നിങ്ങൾ ഏത് സ്കൂളിൽ പോയി ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്നേ വളരെ എളുപ്പമാണ്. ഫ്രണ്ട്സ് സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഫ്രണ്ട്സ് സിനിമ ജഗതിക്ക് 3 അപ്രന്റീസ് ട്രെയിനികളെ കിട്ടും. മുകേഷ്, ജയറാം, ശ്രീനിവാസൻ കിട്ടൂലേ 3 പേരാ? എന്താ ഗുണം? ഫുൾ ടച്ചുകാരേക്കാൾ കൂടുതൽ പണിയെടുക്കും. പൈസ നിസ്സാരം കൊടുത്താൽ മതി. ഇത് പൈസ ഒന്നും കൊടുക്കേണ്ടത്. പൈസ ഒന്നും കൊടുക്കാതെ സ്കൂളിന് വേണ്ടി പണിയെടുക്കാൻ ഒരു ലേബറെ കിട്ടുന്നതാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ഇന്റേൺഷിപ്പിന്റെ ഒരു എത്രയും നമ്മൾ ചെന്ന് ചോദിച്ചാൽ സ്കൂളുകാരെ ഗോഡ് ഫാദറിൽ എന്നുള്ള പറയൂലേ, കേറി വാടാ മക്കളെ കേറി വാ എന്ന് പറയുന്നത് പോലെ സ്കൂളുകാർ പറയുന്നത് കേറി വാ കേറി വാ കേറി വാ എന്ന് പറയും. അവർക്ക് ഒരു മാസം 2 മാസം പണിയെടുക്കാൻ വേണ്ടിട്ട് ലേബറെ കിട്ടുന്നു. ടീച്ചർ ലീവിൽ പോയി, ആ ലീവിൽ പകരം ഒരാളെ കിട്ടുന്നു. കുറെ വർക്കുകൾ ഓഫീസ് വർക്ക് ചെയ്ത് തീർക്കാണ്ടാവും. ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഇമ്മായി ഞാൻ വരപ്പിക്കും നിങ്ങളെ കൊണ്ട്. മനസ്സിലായി? അപ്പൊ ഇന്റേൺഷിപ്പിൽ നിങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല. ഓക്കെ, അതിന് നമ്മുടെ സ്ഥാപനത്തിൽ നിന്നുള്ളൊരു ഓഫർ ലെറ്റർ അവർ ചോദിക്കും, ID കാർഡ് ചോദിക്കും. അത് രണ്ടും തരും. ID കാർഡിന് ഒരു 100 രൂപ നിങ്ങൾ അടക്കേണ്ടതുണ്ട്. അത് എക്സാമിന്റെ സമയത്താണ് അടക്കേണ്ടത്. എക്സാം എഴുതുന്നതിന് വേണ്ടി ID കാർഡ് നിർബന്ധമാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇപ്പൊ പറഞ്ഞോട്ടെ നമുക്ക് സംശയങ്ങൾ ചോദിക്കാം. ജസ്റ്റ് വെയിറ്റ് സംശയങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോ ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, എക്സാം പറഞ്ഞു, സർട്ടിഫിക്കറ്റ് പറഞ്ഞു, ഫീസ് പറഞ്ഞു, ക്ലാസിന്റെ കാര്യം പറഞ്ഞു, ടെക്നിക്കലി വേണ്ട ആപ്പുകളെ സംബന്ധിച്ചിട്ട് പറഞ്ഞു. ഇതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞു. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞു, എന്നിട്ട് നിങ്ങളുടെ ചോദ്യമാണ്. നിങ്ങൾ ചോദ്യം ചോദിച്ചു, ഞാൻ ഉത്തരം പറയാം കേട്ടോ. നിങ്ങളുടെ സംശയങ്ങൾ മുഴുവനും ദൂരീകരിച്ചിട്ട് ഞാൻ എഴുന്നേക്കുള്ളൂ. ഡോണ്ട് വറി. ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ട് 1 മണിക്കൂർ പിന്നിട്ട്. ഓക്കെ, ഞാൻ ഇന്ന് ഇത്തിരി തിരക്കുള്ള എന്തെങ്കിലും പെട്ടെന്ന് പറഞ്ഞു പോകരുത് കേട്ടോ. ഓക്കെ, അപ്പോ രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ സ്വയം തിരിച്ചറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇന്ന് മുതൽ മോണ്ടിസോറി വിദ്യാർത്ഥികളായി ജീവിതം ആരംഭിക്കുകയാണ്. വേണ്ട പോട്ടെ, ആ സ്റ്റേറ്റ്മെന്റ് മാറ്റി കളഞ്ഞു. വേറൊരു കാര്യം പറയാം. നിങ്ങൾ എന്ത് കറി വെച്ചുകൊണ്ടുപോയി ഡൈനിങ് ടേബിളിൽ ചെന്നാലും ഇന്നത്തെ കറി നന്നായിട്ടുണ്ട് കേട്ടോ സരളെ എന്ന് പറയാത്ത, പുറമെ സ്നേഹം കാണിക്കാത്ത നിങ്ങളുടെ കെട്ടിയോ. ഓക്കെ, നിങ്ങൾ വനിതയിൽ നോക്കി മനോഹരമാറ്റി മട്ടൻ കറി വെച്ചു. ഓക്കെ, വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് പിന്നെ വിളമ്പാണ് ഡൈനിങ് ടേബിളില്. നിങ്ങൾ വിചാരിച്ച് ഇപ്പോ കെട്ടിയോന്റെ അപ്രിസിയേഷൻ കിട്ടും. സ്നേഹമുള്ള ആളാണ്, പക്ഷെ ഉള്ളിലാണ്, പുറത്ത് കാണിക്കൂല. കെട്ടിയോൻ കമാനക്ഷരം ഇണ്ടാതെ അതിന്റെ എല്ലുമുട്ടി വരെ കടിച്ചു പറിച്ച് അവിടെ ഇട്ടിട്ട് പുള്ളിക്കാരൻ എഴുന്നേറ്റ് പോയി. നിങ്ങൾ ഡിപ്രസ്ഡായി. നമ്മളൊരു അപ്രിസിയേഷൻ, അഭിനന്ദനം എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണല്ലോ. അപ്പൊ അഭിനന്ദനം ഇഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് അത് കിട്ടിയില്ല, പോട്ടെ. പക്ഷെ കെട്ടിയോൻ നിങ്ങൾക്ക് വേണ്ടി പിറ്റേ ദിവസം ഒരു സർപ്രൈസ് ഒപ്പിച്ചു. പിറ്റേ ദിവസം നിങ്ങൾക്കൊരു 6000 രൂപ വിലയുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ചുരിദാർ. വില ഉണ്ടേ പോട്ടെ, വില പോട്ടെ, വിലയിലല്ലോ കാര്യം. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട അതിമനോഹരമായിട്ടുള്ള ഒരു ചുരിദാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയി തന്നാക്കിയാണ് നമ്മുടെ ബിജുവേട്ടൻ നിങ്ങൾക്ക് കൊണ്ടുപോയി തന്നു. ബിജുവേട്ടൻ തന്നപ്പോള് ബിജുവേട്ടന്റെ ഭാര്യ രമേശി കൊള്ളാട്ടോ, സാധനം കൊള്ളാലോ. അപ്പൊ രമേശി എല്ലാ ദിവസവും കുടുംബശ്രീയുടെ കണക്ക് നോക്കാനും ബാക്കി കണക്കായിട്ടൊക്കെ ബാങ്കിൽ പോകും, പഞ്ചായത്തിൽ പോകും, ലിങ്കേജ് വായ്പയുടെ കളക്ഷൻ എടുക്കാൻ പോകും. പല പരിപാടികളുണ്ട് രമചേച്ചി. രമചേച്ചി എല്ലാ ദിവസവും പോണത് ബഷീർക്കട കടയുടെ ഫ്രണ്ടിൽ കൂടിയാണ്. ബഷീർഖാന്റെ സൈക്കിൾ കടയുടെ ഫ്രണ്ടിൽ കൂടി നടന്നൊരു 7 മിനിറ്റ് പോയാലാണ് ബസ് സ്റ്റോപ്പിൽ എത്തുക. അന്ന് ബിജുചേച്ചി ഈ ചുരിദാറിട്ട് കണ്ണാടിയിൽ നോക്കിയപ്പോഴേ രമേച്ചി ചുരിദാറിട്ട് കണ്ണാടിയിൽ നോക്കിയപ്പോള് ഇന്നലെ വരെ കണ്ട രമയല്ല ഇന്നത്തെ കണ്ണാടിയിൽ. ഇന്നലെക്കാളും കുറെ കൂടി സുന്ദരിയായിരിക്കും. ഓക്കെ, കണ്ണുകൾക്ക് തിളക്കം വെച്ചിരിക്കും, മുഖത്തൊരു ഓജസ് വന്നിരിക്കും, നമുക്കൊരു ഗംഭീരത തോന്നും, നമുക്ക് സ്വയം തോന്നുന്നു ഞാൻ എന്തൊരു ഞാനാണെന്ന് നമുക്ക് സ്വയം തോന്നും.
ചില ചുരിദാറും ചില ഡ്രസ്സുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ. അങ്ങനെ രമേശ് ഇങ്ങനെ എത്തി ബഷീർക്കയുടെ കടയിലെത്തി, കടയുടെ ഫ്രണ്ടിലെത്തിട്ടോ. സാധാരണ ബഷീർക്കയുടെ കടയുടെ ഫ്രണ്ടിൽ കൂടെ രമേശ് വളരെ കൂളായിട്ട് അങ്ങടേക്ക് നടന്നു പോകും. ബഷീർക്കയുടെ കട തൊട്ടപ്പുറത്ത് മുനീർക്കയുടെ കടയുണ്ട്, തൊട്ടപ്പുറത്ത് നമ്മുടെ പത്മനാഭൻ ചേട്ടന്റെ കടയുണ്ട്. ഇവിടെയൊക്കെ നിറയെ ആളുകളുണ്ട്. രമേശ് തല മേലോട്ട് ഉയർത്തിപ്പിടിക്കാറില്ല, റോട്ടിൽ കൂടെ കല്ലഞ്ഞ് കടയ്ക്ക് പോകും. അങ്ങനെയുള്ള രമേശേച്ചിക്ക് അന്ന് തോന്നിയാണ് ബഷീറിക്കയുടെ കടയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും നോക്കുന്നത് തന്നെയാണ്, പപ്പരാവേട്ടന്റെ കടയിൽ നിൽക്കുന്ന ആളുകൾ മുഴുവനും നോക്കുന്നത് തന്നെയാണ്, ഈ ജോണേട്ടന്റെ കടയിൽ നിൽക്കുന്ന മുനിറക്കയുടെ കടയിൽ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ എന്തേ എന്റെ മുന്നോ എന്നെ തന്നെയാണല്ലോ നോക്കുന്നത് എന്ന് രമേശിക്ക് തോന്നും. പുതിയ ചുരിദാറിട്ടതിന്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവരും ഒരു തോന്നലാണ്. മനസ്സിലായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്? നിങ്ങൾ ഇന്ന് മുതൽ മോണ്ടിസോറിയുടെ ഒരു ചുരിദാറ് നിങ്ങളുടെ ശരീരത്തിൽ അണിഞ്ഞാക്കാണ്. മോണ്ടിസോറിയുടെ ഒരു ചുരിദാറ് നിങ്ങളുടെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുകയാണ്. ബഷീറിക്കയുടെ കടയിൽ ഇരിക്കുന്ന ആളുകൾ, മുനീറിക്കയുടെ കടയിൽ ഇരിക്കുന്ന ആളുകൾ, ജോണേട്ടന്റെയും പത്മനാഭ ചേട്ടന്റെ കടയിലും ഇരിക്കുന്ന ആളുകളൊക്കെ നിങ്ങളെ ഇനി സാഹൂതം ശ്രദ്ധിക്കുന്നു. അത് നിങ്ങളുടെ തലച്ചോറ് എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ. ഇന്നലെ വരെ ദേഷ്യപ്പെട്ടിരുന്ന നിങ്ങൾ, കുശുമ്പ് കുത്തിയിരുന്ന നിങ്ങളെ നഗരക്കാരാണ്ട, കുശുമ്പ് കുത്തൂരാന്ന് എനിക്കറിയാം, എങ്കിലും വെറുതെ പറഞ്ഞതോളൂ. അസൂയപ്പെട്ടിരുന്ന നിങ്ങൾ, ഈഗോ അടിച്ചിരുന്ന നിങ്ങൾ, നിരാശപ്പെട്ടിരുന്ന നിങ്ങൾ, എല്ലാത്തിനെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് കടന്നു വരേണ്ട ആളുകളാണ്. മോണ്ടിസോറി എന്ന് പറയുന്ന ഒരു കോഴ്സ് അങ്ങനത്തെ ഒരു കോഴ്സ് ചുറ്റിലും ജീവിച്ചിരിക്കുന്ന ആളുകളിലേക്ക് പ്രത്യാശ പകരാൻ. മനസ്സിലായോ? തൊട്ടപ്പുറത്ത് ദാക്ഷായണി ചേച്ചിയുടെ മോള് ഓടിപ്പോയാക്കിയോ, ദാക്ഷായണി ചേച്ചി ഒളിച്ചോടിപ്പോയാക്കിയാണ് പ്രേമിച്ചിട്ടെ. തെറ്റായ കാര്യമൊന്നുമില്ല. ആ കൊച്ചിന് ഇഷ്ടപ്പെട്ട ആളൊപ്പം പോയി എന്തെങ്കിലും ആവട്ടെ, നമ്മളെ കൂടെ ചെന്നിട്ട് എന്നാലും ദാക്ഷായണി ചേച്ചിയോട് അവൾ ഇങ്ങനെ ചെയ്തല്ലോ എന്നല്ല നമ്മൾ പറയേണ്ടത്. ഇന്നലെ വരെയുള്ള നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. ഇന്ന് മുതൽ നമ്മുടെ ചിന്താതലം ഉയരുകയാണ്. അത് നമ്മൾ സ്വയം മനസ്സിലാക്കണം. വീട്ടിലെ കുട്ടികളോട്, ഭർത്താവിനോട്, അച്ഛനോട്, അമ്മയോട്, എല്ലാവരുടെയും പെരുമാറ്റത്തിനകത്ത് ആ ഫീല് അവർക്ക് കിട്ടണം. അപ്പോഴാണ് നിങ്ങള് മോണ്ടിസോറിയുടെ പിന്നെ ടീച്ചർമാരായിട്ടുള്ള പരിവർത്തനത്തിലോട്ട് മാറുന്നത്. നമുക്ക് ദുരിതകാലങ്ങളും ദുരന്തകാലങ്ങളും ഒക്കെ ഉണ്ടാവുന്നു. ഈ ലോകത്തുള്ള മഹാന്മാരെ നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും മഹാൻ ഒറ്റ തവണ കൊണ്ട് വിജയിച്ചു കയറിയിട്ടുള്ള ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഐസക് ന്യൂട്ടനെ എടുത്തോ, എബ്രഹാം ലിങ്കനെ എടുത്തോ, ആരെങ്കിലും നിങ്ങൾ എടുത്തോ? ഞാൻ ഏറ്റവും അർത്ഥത്തിലാക്കണ കഥ പറയാ. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന 30-38 വയസ്സുള്ള ഒരു ഓസ്ട്രേലിയക്കാരൻ, അദ്ദേഹത്തിന്റെ പേര് നിക്കോയിച്ചിപ്പ് എന്നാണ്. ഒരു മനുഷ്യൻ ശരീരത്തിൽ 2 ഷോൾഡറും ഇവിടുന്ന് ഇങ്ങോട്ടേക്കില്ല, 2 തുടകൾ താഴത്തേക്കില്ല, ജീവിച്ചിരിക്കുന്ന മാംസപിണ്ഡം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യനാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് പ്രചോദനാത്മകമായിട്ടുള്ള കഥകൾ പറഞ്ഞ് പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രാസംഗികനായി മണിക്കൂറിന് ഏറ്റവും കൂടുതൽ വില വാങ്ങുന്ന മോട്ടിവേഷൻ സ്പീക്കറായിട്ട് ജീവിക്കുന്നത്. നമ്മളാണെങ്കിൽ നാട്ടുകാരെയും വീട്ടുകാരെയും ദൈവത്തെയും പഴിച്ച് ശപിച്ച് പ്രാഗി കിടന്ന് മൂത്രമൊഴിച്ച് അപ്പിയിട്ട് ആകെ നമ്മുടെ മനസ്സും നാറ്റിക്കും, ചിന്തകളെ നാറ്റിക്കും, ചുറ്റുപാടുമുള്ള ജീവിതങ്ങളെ തകർക്കും. പ്രത്യാശയുടെ ജീവിതത്തെ മറ്റുള്ളവരേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ആളുകളായി മാറാൻ, സ്വയം പരിവർത്തനം ചെയ്യാനുള്ള ഒരു തുടക്കമാണ് ഈ കോഴ്സ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസിന്റെ ഫസ്റ്റ് സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഫസ്റ്റ് സെഷൻ. അടുത്ത സെഷൻ നിങ്ങളുടെ ഓരോരുത്തരെയും ചോദ്യങ്ങൾക്കുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷനാണ്. ഒരു 2 സെക്കൻഡ് മാത്രം ബ്രേക്ക് എടുത്തിട്ട് ഇതാ വരുന്നു. അപ്പോഴേക്കും നിങ്ങൾ ചോദ്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക.
ഓക്കെ, അപ്പോ നമ്മുടെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ആണ്. ഓരോരുത്തർക്കായിട്ട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കാം. ഓരോരുത്തരും അവരവരുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുക, സ്ഥലം എവിടെയാണെന്ന് പറയുക, എന്നിട്ട് ഓരോരുത്തരായിട്ട് ചോദ്യം ചോദിക്കുക. ഒരാൾ ചോദിച്ച ചോദ്യം തന്നെ രണ്ടാമത്തെ ആളും ആവർത്തിക്കേണ്ടതില്ല. എല്ലാ കാര്യങ്ങളും എന്ത് കാര്യമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാത്തിന്റെയും വ്യക്തമായിട്ടുള്ള മറുപടി പറയും. ഒരു കഥയാണ് ആദ്യം പറയാൻ പോകുന്നത്. ആ കഥയ്ക്ക് ശേഷമായിരിക്കും മറുപടി, ചോദ്യങ്ങളും ഉണ്ടായിരിക്കുക. ഓക്കെ, ആ കഥ ഇങ്ങനെയാണ്. നിങ്ങൾ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ആളുകളാണ്. നിങ്ങളുടെ കണ്ണുകൾ മെല്ലെ അടച്ച് ഒരു വലിയ പാടം, സൂര്യന്റെ സ്വർണ്ണരശ്മികൾ കതിരുകളിൽ ഇങ്ങനെ ചിന്നിച്ചിതറുമ്പോ കതിർകൂലകൾ സ്വർണ്ണമണി ധാന്യങ്ങൾ പോലെ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കാം. അങ്ങനത്തെ ഒരു വലിയ പാടം, നിറയെ പൂത്തു നിൽക്കുന്ന, നിറയെ വിളവിട്ട് നിൽക്കുന്ന ഒരു പാടം. ആ പാടത്തിന്റെ ഒത്ത നടുക്ക് ഒരു ചെറ്റക്കുടിലുണ്ട്, ഓലക്കുടി. ആ ഓലക്കുടിലേക്ക് ഒരു നടവരമ്പുണ്ട്. ആ നടവരമ്പിലേക്ക് 92 വയസ്സുള്ള ഒരു വൃദ്ധൻ, തലമുടികളൊക്കെ നീട്ടി വളർത്തിയ, താടിരോമങ്ങൾ അപ്പുപ്പൻ താടി പോലെ വെള്ളി തിളങ്ങുന്ന പോലെ തിളങ്ങി നിൽക്കുന്ന, മഴ നൂലുകൾ ഇറങ്ങി വരുന്ന പോലെ മുടിയുള്ള ഒരു മുത്തച്ഛൻ, 92 വയസ്സുള്ള അരോഗദൃഢഗാത്രനായ, തൊല്ലികളൊക്കെ ചുക്കിച്ചുളിഞ്ഞ ഒരു അപ്പുപ്പൻ തന്റെ കലപ്പയും ഏന്തിക്കൊണ്ട് നടവരമ്പിലൂടെ നടന്നു വരികയാണ്. നടന്നു വന്നു. സായം സന്ധ്യാ സമയാണ്. മുത്തച്ഛൻ വന്നു, കലപ്പ കഴുകി വെച്ചു. ആ കുടിലിന്റെ മുറ്റത്ത് ഇറയത്ത് ഒരു ബെഞ്ചുണ്ട്. ആ ബെഞ്ചിൽ കയറിയിരുന്നു. 92 വയസ്സ് ആ മുത്തച്ഛന്. ആ മുത്തച്ഛൻ അങ്ങനെ ഇരിക്കുമ്പോ അകത്ത് നിന്ന് സിൻഡ്രല്ലയെ പോലെ സുന്ദരിയായ, തിളങ്ങുന്ന കണ്ണുകളുള്ള ആ മുത്തച്ഛന്റെ പേരമകൾ കടന്നു വന്നു. അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് കട്ടൻ ചായയുമായി. 35 വയസ്സ് ഈ പേരക്കുട്ടിക്ക്. 92 വയസ്സുള്ള മുത്തച്ഛനും 35 വയസ്സുള്ള കൊച്ചുമകനും. അവർ ചായയൊക്കെ കുടിച്ചു, വർത്തമാനമൊക്കെ പറഞ്ഞു, കാച്ചിൽ പുഴുങ്ങിയതൊക്കെ ഇരുന്ന് തിന്നു. സമയം സന്ധ്യയായി. ആകാശവിധാനത്ത് 1000 നക്ഷത്രങ്ങൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു. ഓരോ നക്ഷത്രങ്ങളായിട്ട് ഇങ്ങനെ പോത്തു വിടർന്ന് നിൽക്കാണ് കേട്ടോ. അപ്പോ ഈ പേരക്കുട്ടി പറഞ്ഞു, 35 വയസ്സുള്ള പേരക്കുട്ടി ഈ അപ്പൂപ്പനോട്, ഈ മുത്തച്ഛനോട് പറഞ്ഞു, മുത്തച്ഛ, നമുക്ക് ഇന്നലെ എണ്ണിയതുപോലെ ഇന്നും എണ്ണാം. എന്നൊന്നാണെന്ന് അറിയോ? നക്ഷത്രങ്ങളെ എണ്ണുന്നത്. ഒരു മത്സരമാണ് അവര് തമ്മില്. അങ്ങനെ ഈ മുത്തച്ഛൻ എണ്ണി തുടങ്ങി, പേരക്കുട്ടിയും എണ്ണി തുടങ്ങി. വെള്ളി നക്ഷത്രങ്ങൾ, ചുവപ്പ് നക്ഷത്രങ്ങൾ, പച്ചക്കളറിലുള്ള നക്ഷത്രങ്ങൾ, സ്വർണരാശിയുള്ള നക്ഷത്രങ്ങൾ. ചില നക്ഷത്രങ്ങൾക്ക് ഉജ്ജ്വലമായിട്ടുള്ള കാന്തി, ചില നക്ഷത്രങ്ങൾ മങ്ങി നിൽക്കുന്നു. മുത്തച്ഛന് ഓരോരോ നക്ഷത്രങ്ങളെയായി തൊട്ടെണ്ണി. അവസാനം മത്സരം കഴിഞ്ഞപ്പോൾ മുത്തച്ഛൻ 700 നക്ഷത്രങ്ങളെ എണ്ണി. എത്ര നക്ഷത്രങ്ങളെ? 700 നക്ഷത്രങ്ങളെ എണ്ണി. ഈ പേരക്കുട്ടി, 35 വയസ്സുള്ള പേരക്കുട്ടി 300 നക്ഷത്രങ്ങളെ എണ്ണി. ഓക്കെ, നമ്മുടെ കഥ കഴിഞ്ഞു. അവിടുത്തെ മത്സരവും കഴിഞ്ഞു, നമ്മുടെ കഥയും കഴിഞ്ഞു. ഇനി ഒരു ചോദ്യം. ഈ കഥക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള നമ്പറുകൾ അതേ ഓർഡറിൽ തന്നെ നിങ്ങൾ ആരെങ്കിലും പറയാമോ? 92, 35, 700, 300. ഓക്കെ, റൈറ്റ്, ശരിയായ ഉത്തരം. 92, 35, 300 അല്ലേ? 300. ആ പറഞ്ഞത് ശരിയായിട്ടുള്ള ഉത്തരമാണ്. കറക്റ്റ് അല്ലേ? 92, 35, 700, 300. ഞാൻ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. എന്റെ പേര് ജയദേവ് എന്നാണ്. സ്മാർട്ട് ശ്രീയുടെ ഫൗണ്ടർമാരിൽ ഒരാളാണ്, മാനേജിംഗ് പാർട്ണറാണ്. മറ്റൊരു ഫൗണ്ടർ കൂടി ഉണ്ട് സ്മാർട്ട് ശ്രീക്ക്. അദ്ദേഹത്തിന്റെ പേര് സിൻജാൻ സാർ എന്നാണ്. ഇത് എന്റെ ബിസിനസ് നമ്പറാണ്. 92, 35, 700, 300. നിങ്ങൾ ടീച്ചർമാരായത് കൊണ്ടാണ് ഒരു കഥയിലൂടെ നിങ്ങൾ പറഞ്ഞതാണ്. ഇനി നിങ്ങൾ ഇത് മറക്കൂടി നമ്പർ. ഓക്കെ, അപ്പോ 92, 35, 700, 300 ആണ് എന്റെ ഫോൺ നമ്പർ.
ഇപ്പോ നിങ്ങളുടെ തലയിൽ നിന്ന് ഈ നമ്പർ ഇനി ഒരിക്കലും പോകൂല. ആ മുത്തച്ഛനെയും പേരക്കുട്ടിയെയും നക്ഷത്രങ്ങളെയും പാടവരമ്പുകളെയും നിങ്ങൾ മറക്കൂല. പക്ഷേ ഈ നമ്പർ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിർബന്ധമായും സേവ് ചെയ്ത് വെക്കുക. കാരണം ബ്രോഡ്കാസ്റ്റ് മെസ്സേജുകൾ ഇടുന്നത് ഈ ഫോണിൽ നിന്നായിരിക്കും. അപ്പോ ആ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാലേ കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് ഏത് സമയം വേണം എന്നുണ്ടെങ്കിലും എന്നെ വിളിക്കാം. രാത്രി 11 മണി വരെയും ഈ നമ്പർ അവൈലബിൾ ആയിരിക്കും. വിളിച്ചാൽ പൊതുവെ ഫോൺ എടുക്കുന്ന ഒരു സ്വഭാവക്കാരനേ അല്ല ഞാൻ, അത് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ നിശ്ചയമായും നിങ്ങളെ ഞാൻ തിരിച്ച് വിളിച്ചിരിക്കും, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തിരിക്കും. കാരണം ഇന്നത്തെ ലൈവ് ക്ലാസ് ഒക്കെ എങ്കിൽ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റുക. ഇപ്പൊ ഒരു 10-20 കോള് വന്നിട്ടുണ്ട് എനിക്ക്, അപ്പൊ എടുക്കാൻ പറ്റൂല ആ സമയത്ത്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് നിശ്ചയമായും അതുമായി ബന്ധപ്പെട്ടുള്ള മറുപടി നമ്മൾ നിങ്ങൾക്ക് നിശ്ചയമായും തന്നിട്ടുണ്ടാകും. റൈറ്റ്? അപ്പൊ ഈ നമ്പർ എല്ലാവരും ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പോന്നോട്ടെ. ഇന്റേൺഷിപ്പ് നമുക്ക് എത്ര ദിവസം വേണം എടുക്കാനായിട്ട്? മീൻസ് പിന്നെ നമ്മൾ PG ചെയ്യുവാണെങ്കിൽ നമുക്ക് 1 മാസം മുതൽ 2 മാസം വരെ. ഓക്കെ, നമ്മുടെ ഡോക്യുമെന്റ് 2 മാസം വേണം. അതോ കണ്ടിന്യൂസ്ലി 2 മാസം, അതോ ബ്രേക്ക് ചെയ്ത് കണ്ടിന്യൂസ്ലി 2 മാസം എടുക്കുന്നതാണ് ഉചിതം. ഒരു കാര്യം കൂടി ഞാൻ പറയാട്ടോ, ഒരു കാര്യം കൂടി പറയാതെ, ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്റേൺഷിപ്പിന് നിങ്ങൾക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഇന്റേൺഷിപ്പിന്റെ ഒരു ടീച്ചിങ് മെത്തേഡ് നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് 6 പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഇവിടെ നിന്ന് ഓൺലൈൻ ഇന്റേൺഷിപ്പ് തരുള്ളൂ. അതിന് ഇന്റേൺഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. 1600 രൂപ അതിന് പേയ്മെന്റ് ഉണ്ടായിരിക്കും. ഇങ്ങോട്ടേക്ക് പേയ്മെന്റ് തരണം നിങ്ങൾ. 1600 രൂപ ഒരാൾക്ക്. 6 പേരുണ്ടായിരിക്കണം. അത് ഇന്റേൺഷിപ്പിൽ പോകാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ഓൺലൈൻ ഇന്റേൺഷിപ്പ് എടുക്കാതെ നിർബന്ധമായും ഓഫ്ലൈനിൽ ഇന്റേൺഷിപ്പ് എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. 2 മാസമോ 1 മാസമോ എങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ ഇന്റേൺഷിപ്പ് എടുത്തിരിക്കണം. ഓക്കെ, നമ്മുടെ കോഴ്സ് തീരുന്ന മുമ്പ് തന്നെ ആയിരിക്കണം, അത് കഴിഞ്ഞിട്ടായാലും കൺവീനിയൻസ് നിങ്ങളുടെ ചോയ്സ് ആണത്. കോഴ്സ് തീരുന്നതിന് മുമ്പോ കോഴ്സ് തീർന്നതിന് ശേഷമോ എപ്പോ വേണമെങ്കിലും എടുക്കാം. കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമേ അല്ല ഇന്റേൺഷിപ്പ് എടുക്കുക എന്നുള്ളത്. കേട്ടോ? ഓക്കെ സർ. ഓക്കെ, കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഇന്റേൺഷിപ്പിന് പോണെങ്കിൽ നമ്മൾക്ക് അപ്പോ ഈ ഓഫർ ലെറ്റർ കിട്ടുമോ? ഓഫർ ലെറ്റർ കിട്ടും. ഓഫർ ലെറ്ററും ലെസൺ പ്ലാനും മറ്റ് അനുബന്ധ രേഖകളും കിട്ടുന്നതാണ്. നമുക്ക് ഓഫ്ലൈൻ അസൈൻമെന്റ്സ് എന്തെങ്കിലും നമ്മൾ കൊറിയർ വഴിയോ അങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമോ, അതോ നമുക്ക് എല്ലാം ഓൺലൈൻ തന്നെയാണോ? ഏതാണ് മീൻസ് അസൈൻമെന്റ്സ് ഒക്കെ വരുമല്ലോ, ലൈക്ക് അസൈൻമെന്റ്സ് ഒന്നും നിങ്ങൾ സബ്മിറ്റ് ഓൺലൈനായിട്ട് അയക്കേണ്ടതില്ല, അല്ല ഓഫ്ലൈനായിട്ട് അയച്ചു തരേണ്ടതില്ല. എല്ലാം ഓൺലൈൻ വഴി തന്നെ സബ്മിറ്റ് ചെയ്താൽ മതിയാകും. എല്ലാം ഓൺലൈൻ വഴി തന്നെയാണ് അതിന്റെ പരിശോധന. നിങ്ങൾക്കൊരു വൈവ എക്സാം ഉണ്ടായിരിക്കും. ആ വൈവ എക്സാം സമയത്ത് ഇത് ഓരോന്ന് ചോദിക്കും. റെക്കോർഡ് എവിടെ? റെക്കോർഡിങ്ങനെ കാണിക്കണം. ഇന്ന റെക്കോർഡിൽ ഇന്ന ഭാഗം എടുക്കൂ, ഇന്ന അസൈൻമെന്റ് എടുക്കൂ, അന്നേരം കാണിച്ചു കൊടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ബാച്ചും ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഒരു 1 ഡേ വർക്ക്ഷോപ്പ് വെക്കാറുണ്ട്. 1 ഡേ വർക്ക്ഷോപ്പ് കോഴ്സ് കഴിയുന്ന സമയത്താണ്. കുറെ പേര് വരും. ഇപ്പോ 200 പേരുള്ള ബാച്ചിൽ ചിലപ്പോൾ 30 പേരൊക്കെ വരാറുണ്ട്. ആ 1 ഡേ വർക്ക്ഷോപ്പ് അന്ന് നമ്മൾ ഈ മോണ്ടിസോറിയുടെ അക്വാരിറ്റീസ് ഒക്കെ കൂടി വെച്ചിട്ട് പ്രാക്ടിക്കലി നിങ്ങളെ ഫിസിക്കൽ ക്ലാസ് നിങ്ങൾക്ക് തരും. താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം, അല്ലാത്തവർക്ക് പങ്കെടുക്കേണ്ടതില്ല. കേട്ടോ? റൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സാമിനാണല്ലോ എക്സാം പറഞ്ഞല്ലോ കേൾക്കുന്നില്ല റീന. ഹലോ 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 കേൾക്കാമോ? റീന ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ മെസ്സേജ്? ഓക്കെ സർ. ക്ലാസ്സസ് എത്ര സെമിസ്റ്റർ ആയിട്ടാണ് വരുന്നത്? മീൻസ് സിംഗിൾ സെമിസ്റ്റർ, അത് ഡബിൾ മീൻസ് 2 പ്രാവശ്യമായിട്ടാണോ പരീക്ഷ വരുന്നത്? ഒറ്റ തവണ സിംഗിൾ ആയിട്ടല്ല, ഒറ്റ തവണയുള്ളൂ. അത് കോഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും? കോഴ്സ് കഴിഞ്ഞിട്ടാണ്. മീൻസ് PG കാർക്കും അങ്ങനെ സെയിം? PG കാർക്കും അങ്ങനെ തന്നെയാണ്. PG കാർക്ക് ആദ്യം ഡിപ്ലോമക്കാരുടെ ഒപ്പം ഒരു എക്സാം, ആദ്യത്തെ എക്സാം ഡിപ്ലോമക്കാരുടെ ഒപ്പം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് 2 എക്സാം കൂടിയിട്ടുണ്ടാവും. 9 എക്സാം ആണ് കേട്ടോ. യൂണിഫോം നമുക്ക് ആവശ്യമാണ്. യൂണിഫോം നമുക്ക് ആവശ്യമില്ല. നമുക്ക് ID കാർഡ് ആവശ്യമുണ്ട് ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ. യൂണിഫോം ആവശ്യമില്ല കേട്ടോ. എങ്കിലും രസകരമായ ഒരു കാര്യം എന്താണെന്ന് അറിയോ? കോൺവെക്കേഷൻ സെറിമണിക്ക് വരുമ്പോൾ എല്ലാ ബാച്ചുകാരും യൂണിഫോം ധരിച്ചിട്ടാ വരാറ്. ഇവരെല്ലാം കൂടി ഒത്ത്
നിങ്ങൾ ഇന്നുള്ള പോലെ ആയിരിക്കും കേട്ടാ. കുടുംബാംഗങ്ങളെ പോലെയായി മാറും നിങ്ങളുടെ ബാച്ച്. കണ്ടോ, ഞാൻ പറയുന്ന എന്റെ നാക്ക് പൊന്നായിരിക്കട്ടെ എന്ന് നിങ്ങൾ പറയും. നിങ്ങളുടെ മുഴുവൻ കൂട്ടുകാരായിട്ട് നിങ്ങൾ ഭയങ്കര ബോണ്ടിങ് ആയിരിക്കും. ഭയങ്കര ബോണ്ടിങ് ആയിരിക്കൂട്ടാ. ഭയങ്കര കൂട്ടായിരിക്കും നിങ്ങൾ. അപ്പോ ആ സമയത്ത് നിങ്ങൾ നമ്മൾ ആലോചിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പാക്കും കേട്ടോ. റൈറ്റ്, പറയൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമോൺ. മോക്ക് ടെസ്റ്റിൽ എല്ലാ മൊഡ്യൂളും കഴിഞ്ഞാലും ഉണ്ടാവും. മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. എല്ലാ മൊഡ്യൂളും കഴിഞ്ഞാലും മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. യെസ്, നെക്സ്റ്റ് അതിന്റെ ക്വസ്റ്റ്യൻ. പർട്ടിക്കുലർ സമയങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കും, അതോ മീൻസ് നമ്മുടെ ഓഫീസ് ആസിൽ തന്നെ ആയിരിക്കുമോ? ഏതാണ്? സർ, ഞങ്ങളുടെ ക്ലാസ് ടെസ്റ്റും മീൻസ് മോക്ക് ടെസ്റ്റും പിന്നെ നമ്മുടെ പരീക്ഷ ഒക്കെ വരുന്നത്. മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അക്കാദമിക് വിഷയങ്ങൾ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തഡോളജി മാത്രമാണ്. അതല്ലാതെ പ്രത്യേകമായിട്ട് മാർക്കറ്റ് കൊണ്ടുള്ള രീതിയിലല്ല. അതിന്റെ മാർക്കൊന്നും നമ്മൾ നോക്കുകയില്ല. സർ, അതല്ല ഞാൻ ചോദിച്ചത് അതിന്റെ സ്പെസിഫിക് ടൈം ഉണ്ടായിരിക്കുമോ? മീൻസ് അത് ഇല്ല, മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും നിങ്ങളുടെ സമയവും സൗകര്യവും പോലെ എപ്പോ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഓക്കെ സർ. യെസ്, ഹലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹലോ സാർ, പിന്നെ ഫൈനൽ എക്സാമിന് ഓരോരുത്തർക്കും ഓരോ സമയമാണോ? അല്ല, ഫൈനൽ എക്സാം ഈ ബാച്ചുകാർക്ക് മുഴുവൻ ഒറ്റ സമയം. അല്ല, നമുക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഈ നെറ്റ് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ വീണ്ടും ക്വസ്റ്റ്യൻ കടക്കുമോ അവരെ ചെയ്യാനായിട്ട്? 50 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് സമയം അനുവദിക്കുക, അല്ലെങ്കിൽ 1 മണിക്കൂർ. അത് സർട്ടിഫിക്കേഷൻ കൗൺസിലിംഗ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന പോലെ ആയിരിക്കും. ആ സമയത്തിനുള്ളിൽ നിർബന്ധമായും നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകുക. എക്സാം ഉള്ള സമയത്ത് ഒരു കാരണവശാലും പിന്നെ നിങ്ങൾ ഈ നെറ്റ്വർക്ക് പ്രോബ്ലം ഒക്കെ ഉള്ള ആൾക്കാർ നെറ്റ്വർക്ക് പ്രോബ്ലം ഇല്ലാത്ത ഏരിയയിൽ ഇരുന്നിട്ട് വേണം അറ്റൻഡ് ചെയ്യാനായിട്ട്. അങ്ങനെയും ചില കുട്ടികൾക്ക് സംഭവിക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ബാച്ചിൽ സംഭവിച്ചു. അങ്ങനെ 5 എക്സാം നന്നായിട്ട് എഴുതി, 2 എക്സാം ആ കുട്ടിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മളപ്പോൾ പറയാറുണ്ട്, ഇങ്ങനെ നെറ്റ്വർക്ക് ഉള്ളിടത്ത് വന്നിരുന്നിട്ട് ചെയ്യണമെന്ന് പറയാറുണ്ട്. ചില ആൾക്കാരൊക്കെ ചില ഫോറസ്റ്റ് ഏരിയയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ നേരിടാറുണ്ട്. നോട്ട്സ് സെപ്പറേറ്റ് എഴുതണോ അല്ല മെയിൻ പോയിന്റ്സ് നോട്ട് ചെയ്യണം, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഓരോരുത്തർക്കും ഓരോ പഠന രീതിയല്ലേ. നോട്ട്സ് എഴുതണം എന്നുള്ള അഭിപ്രായമൊന്നും നമുക്കില്ല. അത് ടീച്ചേഴ്സ് നിങ്ങളോട് അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് പറയുന്നതാണ് കേട്ടോ. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർ, ഇന്റർനാഷണൽ ലെവൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പോഴേ ഫീ അടയ്ക്കണോ? ഇപ്പൊ ഫീ അടക്കണ്ട. എക്സാം ഫീസ് കളക്ട് ചെയ്യുന്ന സമയത്ത് പറയും, ആ സമയത്ത് മാത്രം ഫീസ് അടച്ചാൽ മതി. ഒരു 10 മാസമൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ, ഐ ആം മഞ്ജൂർ ആയുഷ് ഫ്രം കവിയൂർ. സാർ, ഗൂഗിൾ ഫോം വലിയ ക്വസ്റ്റ്യൻ. അതെ, മോക്ക് ടെസ്റ്റ് ഗൂഗിൾ ഫോം ആണ്. യെസ്, നെക്സ്റ്റ്. ഫീസ് അടക്കേണ്ട ഡേറ്റ് എന്നാ മന്ത്ലി അത് നിശ്ചയിച്ചിട്ട് നമ്മുടെ PROമാരെ നിങ്ങളെ വിളിച്ച് പറയും. ഫീസ് അടക്കുന്ന ദിവസത്തിനും ഒരു 10-15 ദിവസം മുമ്പേ നിങ്ങളോട് പറയും കേട്ടോ. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. from Kannur. Okay. Exam type mock test theory or option selected ആണ്. 1 ഡേയുടെ ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. അത് വെറുതെ ടിക് 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 ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, റൈറ്റ്. ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞോ? അങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാലോ. നെഗറ്റീവ് മാർക്കില്ല.
സർ മെയിൻ എക്സാം ആണെങ്കിൽ റൈറ്റിംഗ് എക്സാം ആയിരിക്കുമോ? സോറി കേട്ടില്ല. മെയിൻ എക്സാം റൈറ്റിംഗ് എക്സാം ആയിരിക്കുമോ? അല്ല, ഒബ്ജക്റ്റീവ് ടൈപ്പ് ഡിജിറ്റലി തന്നെ ചെയ്യേണ്ടതായിരിക്കും. സോ ഞങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ എപ്പോഴത്തേക്കാണ് കിട്ടുന്നത്? മീൻസ് കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട്, പരീക്ഷ കഴിഞ്ഞിട്ട്? എക്സാം കഴിഞ്ഞ 1 മാസം. 1 മാസം കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആണോ കിട്ടുന്നത്, അതോ? അല്ല, സർട്ടിഫിക്കറ്റ് കിട്ടും. പ്രോപ്പർ സർട്ടിഫിക്കറ്റ്. പ്രോപ്പർ സർട്ടിഫിക്കറ്റ്. ഓക്കെ സർ. കോൺവെക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. അതിനകത്ത് തന്നെയാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഇൻ കേസ് നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൊറിയർ വഴി നമുക്ക് വീട്ടിൽ അയച്ചു തരും, പോസ്റ്റ് അയച്ചു തരും. സാർ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ എസ്എ ടൈപ്സ് ആയിരിക്കും അതോ? അല്ല, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും അല്ലേ? അതെ അതെ അതെ. വൈവ എക്സാം ഉണ്ടാവും. വൈവ എക്സാം ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. വൈവ എക്സാം 10 മിനിറ്റ് ആയിരിക്കും. 10 മിനിറ്റുള്ള വൈവ. ഓക്കെ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംശയങ്ങളൊക്കെ കഴിഞ്ഞോ? ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഇംഗ്ലീഷിലാവും, ലാംഗ്വേജ് ഒക്കെ ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷിലായിരിക്കും. ഡോണ്ട് വറി, ഒരാശങ്കയും വേണ്ടാന്നേ. നിങ്ങൾക്ക് ഹലോ സാറേ, എന്റെ പേര് മഞ്ജു എന്നാണ്. ഇന്നത്തെ ക്ലാസ് മൊത്തമായിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇത് അയച്ചു തരുമോ? ഒരാൾക്കും ക്ലാസ്സുകൾ അയച്ചു തരൂല. ഇത് നിങ്ങളുടെ റെക്കോർഡ് ക്ലാസ്സിൽ നാളെ ഉണ്ടാവും. ഓക്കെ. ഗൂഗിൾ ക്ലാസ് റൂമിൽ റെക്കോർഡ് ക്ലാസ് ആയിട്ട് കിട്ടും. ജയദേവ് സാർ ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്നുള്ള ക്യാപ്ഷനിൽ ഉണ്ടാകും. സർ, എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പല മെസ്സേജസ് അതിനകത്ത് മലയാളത്തിലാണ് വരുന്നത്. അപ്പൊ എനിക്ക് അത്രയും ഫ്രീക്വന്റ് അല്ല മലയാളം. അപ്പൊ അതൊന്ന് ഇംഗ്ലീഷിൽ മെസ്സേജസ് ഇടാൻ പറ്റുമായിരുന്നെങ്കിൽ. ഓക്കെ, ഞാൻ അത് ടെക്നിക്കൽ ടീമിനോട് റിപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ സർ. ഇംഗ്ലീഷിൽ കൂടി ചെയ്യാൻ ഉള്ള സംവിധാനം വേണ്ടാത്ത. ബിക്കോസ് എനിക്ക് മലയാളം അറിയത്തില്ല, സംസാരിക്കാൻ മനസ്സിലാകും, വ്യക്തമായിട്ട് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ശരി, അത് പറയാം കേട്ടോ. ഓക്കെ സർ. നെക്സ്റ്റ് ഏതാണ്? ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, റൈറ്റ്. അപ്പോ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസിന്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അതിന് വാട്സപ്പ് ചെയ്തോ നേരിട്ടോ ചോദിക്കാവുന്നതാണ്. ക്ലാസ്സുകൾ നാളെ മുതൽ 1:30 മണിക്ക് ആരംഭിക്കും. റെഗുലർ ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. അതിനുള്ള ടീച്ചർമാർ ഈ മേഖലയിൽ എക്സ്പെർട്സ് ആയിട്ടുള്ള ടീച്ചർമാരായിരിക്കും വരുന്നത്. നിങ്ങൾ പുതിയൊരു ലോകത്തേക്ക് കടന്നു വരികയാണ് എന്ന് ഞാൻ വീണ്ടും 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 പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത് എന്ന് എനിക്ക് അത്രയും ബോധ്യമുള്ള എൻ്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇവിടെ പഠിക്കുന്ന 14ാമത്തെയോ 15ാമത്തെയോ ബാച്ചാണ്. ഓക്കെ, അപ്പോ ആ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോ നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ കൊച്ചുമക്കളെ പോലെ ഏറ്റവും നിഷ്കളങ്കമായി ചിന്തിക്കാനും ആട്ടമാടി പാട്ടുപാടി കൂട്ടുകൂടി എല്ലാവരോടും ഹൃദയൈക്യത്തോടു കൂടി ചേർത്ത് പിടിക്കാനും സ്നേഹസാന്ദ്രതയുടെ പുതിയൊരു ലോകം കെട്ടിപ്പടുക്കാനും മൂല്യബോധമുള്ള മൂല്യവത്തായിട്ടുള്ള ഒരു സമൂഹത്തിന് കെട്ടിപ്പടുക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു all of you. Bye bye. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സാർ. താങ്ക് യു സർ.